നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ഇന്ന് ഹോസ്റ്റ് ഹെബാർജിയാണ്. ഞാനൊരു ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ബാലു ബ്രോ നമസ്കാരം. നമസ്കാരം. കേൾക്കാനില്ലേ? ഓ കേൾക്കാനുണ്ട്. അടിപൊളി. ഇന്ന് തകർക്കും നമ്മള്. ഹെബാർജി ഓവർ ടു യു. പറയാം. സോ കുറെ കാലത്തിന് ശേഷം, ഒരു യുഗത്തിന് ശേഷം, ഹാപ്പി ടു സീ ഫെമിലിയർ ഫേസസ് ബാക്ക്. അപ്പോ എസ് കെ ബ്രോ നിങ്ങളോട് തന്നെ തുടങ്ങാം. നോട്ട് ബീൻ ദ ബെസ്റ്റ് ഓഫ് സീസൺസ്, പക്ഷെ ചെൽസിയുടെ ഒരു ഐ തിങ്ക് വൺ പോസിറ്റീവ് ഫോർ us എത്ര മോശം സീസൺ ആയാലും വി ഹാവ് വൺ ഫൈനൽ ടു ലുക്ക് ഫോർവേഡ് ടു. എത്ര എക്സൈറ്റഡ് ആണ് താങ്കളോ? ഐ തിങ്ക് ഇറ്റ്സ് സോ മാസീവ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഒരു ബാൻഡറിങ് റൈറ്റും കൂടെയാണ്. ഇമാജിൻ വൺ ഓഫ് ആർ ഡിഫിക്കൾട്ട് സീസൺസ്. കഴിഞ്ഞ 2 സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഞാനും ബാലുബ്രവും കൂടെ ഇനി അടിച്ചു പിരിയാനേ ബാക്കിയുള്ളൂ. പോച്ചിറ്റോ ഇൻ ആൻഡ് ഔട്ടിന്റെ ചർച്ചയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് ഐ തിങ്ക് ഐ സൈഡഡ് വിത്ത് ബാലു ടുവേർഡ്സ് ദി എൻഡ് ഫ്രം അത് പറയുമ്പോഴത്തേക്കും. ബട്ട് ടുവേർഡ്സ് ദി എൻഡ് ദാറ്റ് ട്രോഫി മീൻസ് എവറിത്തിങ്. ആൻഡ് FA കപ്പിൽ നമുക്ക് ആൻഡ് ജസ്റ്റ് ഇമാജിൻ 2 ഡൊമസ്റ്റിക് കപ്സ് കിട്ടിക്കഴിഞ്ഞാൽ it'll be one hell of a season. And ഇത് ട്വിറ്ററിലൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ പിള്ളേർ ബ്ലഡ് ടേസ്റ്റ് ചെയ്തിട്ടില്ല. They haven't tasted that victory yet. But good thing about coming to Chelsea is you see all the trophies and you know you want to be a part of that history. അപ്പോ I think that's ഇന്നത്തെ കളി it's massive. നാളത്തെ കളി, ഇന്നത്തെ അല്ല നാളത്തെ കളി. യെസ് ബാലു ബ്രോ സെയിം. നമ്മൾ ഐ തിങ്ക് വി ഡിബേറ്റ് ഈ സീസൺ മൊത്തം കടന്ന് പോച്ചറ്റിനോ ഇസ് ദ റൈറ്റ് പേഴ്സൺ ഫോർ ചെൽസി ഓർ നോട്ട് എന്നുള്ളൊരു ചർച്ച ഓൺ ഗോയിങ് ആണ്. അത് പൂങ്കാലങ്ങൾ ഉണ്ടാവും. ബട്ട് അഗൈൻ ഹൗ കോൺഫിഡന്റ് ആർ യു അബൌട്ട് ടുമോറോസ് മാച്ച്? എന്താണ് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ? ഒരിക്കലും കോൺഫിഡന്റ് ആവാൻ പറ്റില്ല. അത് നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്. എന്തൊരു ഫൈനൽ ആയാലും നമ്മൾ ഒബ്വിയസ്ലി ഓപ്റ്റിമിസ്റ്റിക് ആവും. കാരണം അതൊരു ഫൈനലാണ്. നമ്മളൊരു വൺ ഓഫ് മാച്ചാണ്. ആ വൺ ഓഫ് മാച്ചിൽ നമ്മൾ ടേൺ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് ഡെലിവർ ചെയ്യാം, നമുക്ക് ആ ട്രോഫിയും കൊണ്ട് വീട്ടിലേക്ക് പോരാം. പക്ഷെ നമ്മൾ ഫാക്ട്സും അതേപോലെ തന്നെ റിയാലിറ്റിയും കുറച്ചും കൂടി അക്സെപ്റ്റ് ചെയ്യണം. കാരണം നമ്മുടെ സ്ക്വാഡ് നമ്മളിപ്പോ തന്നെ കാണുമ്പോൾ അറിയാം, ഈ സീസൺ മുഴുവൻ കാണുമ്പോൾ അറിയാം, ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. ആ ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു തരത്തിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻകൺസിസ്റ്റൻസിയാണ്. ഒരു കളി വളരെ മികച്ച് വേൾഡ് ബീറ്റേഴ്സിന്റെ കൂടെ കളിച്ച് അവരുടെ കൂടെ ടോ പോയി ഏറ്റവും മികച്ച നിലവാരത്തിൽ കളിച്ച ടീം തൊട്ടടുത്ത ആഴ്ച വന്നിട്ട് ചാമ്പ്യൻഷിപ്പ് സൈഡിന്റെ കൂടെ സ്ട്രഗിൾ ചെയ്യണത് നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ബോട്ടം ഓഫ് ദ ലീഗ് കളിക്കുന്ന ടീംസിന്റെ കൂടെ സ്ട്രഗിൾ ചെയ്യണത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ബിഗ് സൈഡ്സിന്റെ കൂടെ ചില മാച്ചസ് നമ്മൾ വളരെ മോശം രീതിയിൽ കളിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ എക്സാമ്പിൾ ഓൾഡ് ട്രാഫോർഡിൽ നമ്മുടെ യുണൈറ്റഡിന്റെ കൂടെയുള്ള കളി, അതേപോലെ തന്നെ ആൻഫീൽഡിൽ ലിവർപൂളിന് അഗേൻസ്റ്റ് ഉള്ള കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും പരിതാപകരമായിരുന്നു. നമ്മൾ ആക്ച്വലി ഒരു റെലിഗേഷൻ സൈഡിന്റെ പോലെയാണ് അവരുടെ കൂടെ രണ്ടുപേരുടെയും കൂടെ കളിച്ചതെന്ന് പറയാം. കാരണം എന്ത് ചെയ്യണം എന്നുള്ളത് പോലും അറിയാണ്ട് അന്നത്തെ ദിവസം നമ്മൾ 7-8 ഗോളുകൾ കൺസീഡ് ചെയ്തേനെ. ആ ഓപ്പോസിഷന് ഇത്തിരിയും കൂടി നല്ല ഫിനിഷിംഗ് ഉണ്ടായിരുന്നെങ്കിൽ 7-8 ഗോൾ കൺസീഡ് ചെയ്യേണ്ട 2 മാച്ചസ് ആയിരുന്നു അത്. അപ്പോ അതൊക്കെ കാണുമ്പോ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളത് അറിയാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പൊ എസ്പെഷ്യലി ഇപ്പോ ആൾക്കാർ വിചാരിക്കും ഇപ്പൊ ഒരു മൊമെന്റം നമ്മൾ ഗെയിൻ ചെയ്തിട്ടുണ്ട്, ഓക്കെ നമ്മൾ ഇതിന്ന് ബിൽഡ് ഓൺ ചെയ്യും. ഇങ്ങനെ 2, 3, 4, 5, 6 തവണ ഈ സീസൺ നമ്മൾ മൊമെന്റം ഗെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ആ ക്യാപിറ്റലൈസ് ചെയ്യണതിന്റെ എഡ്ജിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ പിന്നെയും കൊണ്ട് കാലുടയ്ക്കും. ഇത് എത്രയോ തവണ കണ്ട കാരണം തന്നെ എനിക്കൊരിക്കലും ഈ മാച്ചിലേക്ക് കോൺഫിഡന്റ് ആയിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ പൊച്ചറ്റീനോന്റെ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയും കൂടിയും പൊച്ചറ്റീനോന്റെ ടോപ്പിക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറേയും കൂടിയും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അത് ഞാൻ രണ്ടാമത്തെ ഒരു സെഗ്മെന്റ് പോലെ ഞാൻ പ്രസന്റ് ചെയ്യാം. അപ്പോ ഇനീഷ്യൽ തോട്ട് ഇതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനലാണ്, ഓക്കെ. കോൺഫിഡന്റ് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. ബട്ട് സ്റ്റിൽ എന്താ പറയാ, ഓക്കെ. അപ്പോ കോൺഫിഡൻസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ഈ പറയണ പോലെ തന്നെ ഒരു ചെറിയ ഓപ്റ്റിമിസം മനസ്സിന്റെ ഉള്ള എവിടെയുണ്ട്. പക്ഷെ അത് ഓവർ കോൺഫിഡൻസോ അല്ല, ഒരു ഫാൻ എന്നുള്ള നിലയ്ക്കുള്ള ഓപ്റ്റിമിസം. ദാറ്റ്സ് ഓൾ. ഫെയർ പോയിന്റ്. ഷാജേട്ടാ നേരെ നിങ്ങളോട് തന്നെ വരാം. എത്ര ജയിക്കുന്നു മാത്രം പറഞ്ഞു വരുന്നതാണ്. 4-0 ആണോ 5-0 ആണോ? ഷാജേട്ടന്റെ മനസ്സിൽ എന്താണ് അടുത്ത സ്കോർ? ജയിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കും. ലെറ്റ് us play well എന്നുള്ളത് ഞാൻ പറയുന്നു. ജയമൊക്കെ ഫുട്ബോളിൽ 90 മിനിറ്റ് കളിക്കണ്ടേ. ഇന്നത്തെ കാലത്ത് പൊസിഷൻ ഉള്ളതും സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളതും ഒന്നും കാര്യമില്ല. പൊസിഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മന്ത്രരോഗം പോലെയാണ്, മനസ്സിലായോ? ഫിറ്റ്നസ് ഉള്ളത് പോലെയാണ്. അപ്പം ഈ സ്റ്റാറ്റ്സും ഇതും വെച്ചിട്ട് ഞാനും ആസ്പി ഇരുന്ന് ഈ അടുത്ത് ഇപ്പൊ ഒരു കളി കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഈ കളിക്കുന്നത് ഒരു ടീം, ഗോൾ അടിക്കുന്നത് വേറെ ടീമാണ്. അപ്പം എന്നെ സംബന്ധിച്ചോളം ഫോർ മീ ഇറ്റ്സ്
Pochettino must, ഇപ്പൊ ബാലു പറഞ്ഞ ആ പോയിന്റിനെ ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്നുകൂടി ഒന്ന് റീഇറ്ററേറ്റ് ചെയ്യാണ്. He must treat this game as a one odd game, not a continuity. It's a one odd game, a one off game. അങ്ങനെ വേണം കാണാനായിട്ട്. Treat it as a final. ഈ 4 ഗോളിന് തോറ്റ് റഫറി അവർക്ക് സാധകമായി പറഞ്ഞു, റഫറി അവരെ ഫേവർ, അതൊന്നും നോക്കണ്ട. It's a one odd game. Think you have got an opportunity to play in an Olympic final. അത്രേ ഉള്ളൂ. അതുപോലെ ചിന്തിക്കുക. You try to give that 90 minutes. ആ 90 minutes ബെസ്റ്റ് പാറ്റേൺ ഓഫ് ഫുട്ബോൾ കളിക്കുക. അത് കോച്ചിന്റെ സൈഡിൽ നിന്ന് എനിക്ക് വേണ്ടത് യു മസ്റ്റ് പിക്ക്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. Long time back somebody asked me this question, why Mourinho and Carlo Ancelotti and Zidane win so many trophies. They win trophies, they pick the right 11. They pick the right 11. If you pick the wrong 11 and then you start changing right in the middle of the game, 9 out of 10 times you will lose. So when you start, you pick the right 11. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫാൻസിന് നമുക്ക് അതിന് അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. So you pick the right 11. First and foremost, you have to look into the length and breadth of the pitch. We are going to play on a 120-meter pitch. It's a huge pitch. I am against this point that we should not play Thiago Silva, because Thiago Silva doesn't move more than 2 to 3 meters because of his age. He's already 40 years of age. If you play Silva, you will find always Caicedo staying 7-8 meters offline, and you will find Enzo staying outside of Caicedo. That means the press will not be resisted. You should not play that. But I have a very heavy feeling that because Pochettino is an Argentinian and a South American, he's going to have that soft corner towards a South American to bring that experience of that 13-year-old guy, and he's going to play him there, and he's going to push again Levy Colville to some corner. If he does that, we have to keep your fingers crossed. വേറൊന്നും പറയാനില്ല. അതും കൂടെയാണ് ഇപ്പൊ ഒരു ഐ തിങ്ക് കമ്മിങ് ടു ഗിരീഷ് ബ്രോ, ഒരു സംതിങ് വി ഓൾ അഗ്രീഡ് ഓൺ സീസൺ തുടങ്ങുമ്പോ അയ്യോ കുറെ കാലം. നമസ്കാരം ആസ്പിൻ, വർഷങ്ങൾക്ക് ശേഷം. നമസ്കാരം. Let him continue. Hempa was saying something. ഇതിൽ ഞാൻ I was just continuing from what ഷാജി said. ഗിരീഷ് ബ്രോനോട് സെയിം ചോദ്യം ചോദിക്കാൻ വരായിരുന്നു. ദിസ് സീസൺ ഒരു കളി പോലും കോൺഫിഡന്റ് ആയി പോയിട്ടില്ല. സിറ്റി കളിക്ക് മുന്നേ എല്ലാവരും നമ്മൾ 6-0 തോക്കോ അത് 7-0 തോക്കോ എന്നുള്ള ചർച്ചയായിരുന്നു. ബട്ട് ഐ തിങ്ക് വി ഹാവ് വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിംസ് ഓഫ് ദ സീസൺ ദർ. ഹോമിലേക്ക് ഇതേപോലെ 4-4 ഐ തിങ്ക് ബ്രില്യൻ ഗെയിം. നാളെ വിച്ച് ചെൽസി ഡു യു തിങ്ക് ടേൺസ് അപ്പ്? ആ ഒരു ഇൻകൺസിസ്റ്റന്റ് യുണൈറ്റഡിനെതിരെ കണ്ടത് 2 ബോൾ പോലും ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത ചെൽസി ആണോ? ഡു യു തിങ്ക് വിൽ ഷോ ദ ഫൈറ്റ് ദാറ്റ്സ് നീഡഡ് ഫോർ എ ഫൈനൽ ഡേ? അതല്ലേ നമ്മുടെ ആക്ച്വലി സീസണിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ലൈക്ക് ഇറ്റ്സ് നോട്ട് ദാറ്റ് our team is not capable of playing well. It's not that our coach is not capable of putting out a good team. പക്ഷേ for some reason we don't know what Chelsea comes out on the pitch, and that is been ഈ സീസണിന്റെ ഡെഫിനിഷൻ അതാണ്. നമ്മൾ if we want we can beat the best team. പക്ഷേ for some reason we are also able to just let it go in the easiest of games, right? And അത് കാരണമാണ് എനിക്ക് തോന്നുന്നത് in the sense that ഈ ഒരു ഫൈനൽ, that is why most of us still have hope, because നമ്മള് ആ എബിലിറ്റി ഉണ്ട് ടീമില്. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കീപ്പിംഗ് അവർ ഹോപ്സ് അല്ലേ. ഇഫ് ഈ ഒരു എബിലിറ്റി ഇല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ എന്താണ് ഫൈനൽ എത്തില്ല. രണ്ടാമത് പറഞ്ഞാൽ വി വുഡ് നോട്ട് അറ്റ് ഓൾ ബി ഹോപ്പ്ഫുൾ അബൌട്ട് ഇറ്റ്. വി വിൽ ലൈക്ക് ഡെഫിനറ്റ്ലി വി ആർ ലൂസിംഗ്. പക്ഷേ we have seen our team doing well against the top teams in this season itself. But again, namakkaru paid which Chelsea is going to come out, and I hope they're going to come out well, because our at least judging by our press conference ഒക്കെ നോക്കി നിക്കോളസ് ജാക്സന്റെ സ്റ്റേറ്റ്മെന്റ്സ്, ഗസ്റ്റന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ it seems like they definitely are going there to win. And our Mourinho dialogue വീണ്ടും Pochettino repeat ചെയ്തിട്ടുണ്ടായിരുന്നു, in the sense that finals are to be won, they're not to be played. And our mentality വെച്ചിട്ട് തന്നെ പോകണം, because with anything less than that 100% we are losing. If you don't go with the mentality to win and beat them, like no matter what, എങ്ങനെയായാലും like just beat them. The victory is what matters in a cup final, nothing else. Doesn't matter ഞങ്ങൾ നന്നായി കളിച്ചോ, doesn't matter. Referee decision going for us against doesn't. At the end of the day നമ്മുടെ കയ്യിൽ ട്രോഫി ഉണ്ടായാലും that's what matters. Being second is no place at all. അപ്പൊ ആ ഒരു മെന്റാലിറ്റി കളിച്ചിറങ്ങണം. ലൈക്ക് ദ പ്ലേ ഷുഡ് കം ഔട്ട് വിത്ത് ദാറ്റ് ഇസ് വാട്ട് ഐ ഹോപ്പ്. Ashwin bro, again I'll come to you.
there is no shame in admitting ലിവർപൂൾ നമ്മളെക്കാൾ നല്ല ടീമാണ് പറയുന്നതിൽ ഒരു ഐ തിങ്ക് എനിക്ക് ഒരു മടിയില്ല because they're 7-8 years far along and they're 7-8 years far along in their project. ക്ലോപ്പ് പോകുന്നുണ്ട് എന്നുള്ളൊരു ഇതായിട്ട് every player is putting in their 200%. Going into this match, do you think there is some place where at least as in Chelsea has an edge over Liverpool എന്നൊരു തോന്നലുണ്ടോ? Is there any place on the pitch where you think we can match them? To be honest, I feel that we can match them in every place on the pitch. It just depends on the lineup and the mentality of the players that day. കാരണം ഇപ്പം കുറച്ചു മുമ്പ് ഷാജിയേട്ട പറഞ്ഞ പോലെ I am also having the same feeling that Silva will play the match. Silva play ചെയ്യുമ്പോഴുള്ള മെയിൻ ഇഷ്യൂ ഷാജിയേട്ട വളരെ നന്നായിട്ട് പറഞ്ഞു. അതിന്റെ ഒരു അതർ വേ ടു ലുക്ക് അറ്റ് ഇറ്റ് ഈസ് ലിവർപൂൾ വെർട്ടിക്കലി ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. എനി ടൈം ദേ ഗോ ഫ്രം ഡിഫൻസ് ടു അറ്റാക്ക് ദേ ആർ വെരി ഫാസ്റ്റ്. മിഡ്ഫീൽഡിനെ ഓൾമോസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് ദേ ട്രൈ ടു ഫൈൻഡ് ദെയർ സ്ട്രൈക്കേഴ്സ് വെരി ഡയറക്ട്ലി. ആൻഡ് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ ലൈൻസ് ഈസ് യൂഷ്വലി ഹയർ ദാൻ മോസ്റ്റ് ഓഫ് ദി അതർ ടീംസ്. ഇപ്പൊ സിറ്റിക്കെതിരെ നമ്മൾ നല്ലതായിട്ട് കളിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ എ ലിറ്റിൽ ബിറ്റ് സ്ലോ ബിൽഡപ്പ്, പേഷ്യന്റ് ബിൽഡപ്പ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻസ് ആർ മോർ കോമ്പാക്ട്, മിഡ്ഫീൽഡ് ഡിഫൻസ് അത് കഴിഞ്ഞ് ഫോർവേഡ് വരെയൊക്കെ നന്നായിട്ട് എൻഗേജ് ചെയ്യുന്ന ഒരു ടീമാണ്. ഇതൊക്കെ ശരി ഡയറക്റ്റ്. സോ ഹാവിങ് സിൽവ ഇൻ മെയിൻ ഇഷ്യൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ we will be overstretched to compensate or we'll be more compact to or compensate for Silva space. അപ്പോൾ അത് കാരണം നമ്മൾ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ we will need to be patient. And frankly speaking, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈനപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്ക്വാഡ് വെച്ചിട്ട് we are better at counter attacks than breaking down defenses with എന്താ പറയുക ഈ പൊസിഷൻ ബേസ്ഡ് ടൈപ്പ് ഓഫ് ഫുട്ബോൾ. സോ ദാറ്റ് ഇഷ്യൂ വിൽ കം. സിൽവ ഇല്ലാത്തപ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിവർപൂൾ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആണ്. യെസ്, ഒരു ഗെയിം പ്ലാൻ വർക്ക്ഔട്ട് ആവാതിരിക്കുമ്പം ദേ ഹാവ് പ്ലേയേഴ്സ് ഹു ഹാവ് ദിസ് ഇൻഡിവിജ്വൽ ബ്രില്യൻസ്. ദേ ഹാവ് വിംഗേഴ്സ് ആൻഡ് ഫുൾ ബാക്സ് ഹു ആർ ഗുഡ് അറ്റ് ക്രോസിംഗ് ഓർ വെരി ഡയറക്റ്റ് ഇൻ ദ ബോക്സ്. അവർ ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് അറിയാം. സോ ഹാവിംഗ് an experienced player like him will be able to mediate or regulate our players according to the change in their tantrums, their speed, their tactics. But without him, if the players are getting it right or if the coach gets it right and gets his messages across right, then we will be able to play better than I have a doubt to it. Now Konrad, let's hope for the best tomorrow. Balu, I think ഇത്ര നേരം ഡിസ്കസ് ചെയ്തതിൽ ഒരു കോമൺ പോയിന്റ് that came out was no one wants Thiago Silva to start. എനിക്ക് ഈ സീസൺ തുടക്കത്തിൽ അങ്ങനത്തെ ഒരു ആഗ്രഹം ആൾക്കാരെ മനസ്സിൽ വരുന്ന അഗൈൻ ഇത്രയും കുറഞ്ഞ കാലത്തിൽ ഈസ് ബിക്കം വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേയേഴ്സ് ഓഫ് ഓൾ ടൈം. അപ്പോ do you think he starts tomorrow? Because after Man City എനിക്ക് ഒരു ജസ്റ്റിഫിക്കേഷൻ കാണുന്നില്ല to displace Colwill and Disasi. Another performance. ഒന്നാമത്തെ കാര്യം, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, എനിക്ക് തിയാഗോ സിൽവ റെഗുലറായി സ്റ്റാർട്ട് ചെയ്യുന്നതിനോട് എനിക്കിപ്പോ യോജിപ്പില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളിക്കാരന്റെ ഇൻക്ലൂഷൻ നമ്മളെ പല രീതിക്കും ടാക്ടിക്കലി സെറ്റ് ബാക്സ് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. കാരണം നമുക്കൊരു ഹയർ ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഡിസാസി ആണെങ്കിലും മറ്റു കോൾവിൽ ആണെങ്കിലും ആരാണ് പുള്ളിക്കാരന്റെ സൈഡ് കളിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അവരൊരുമാതിരി ഔട്ട് ഓഫ് റെസ്പെക്ട് ഒരുപാട് പാനിക് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചെറിയ സംശയം എനിക്ക് തോന്നുന്നുണ്ട്. അതെന്തുകൊണ്ടാ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കളികളും സിൽവ ഇല്ലാണ്ട് ഇവർ കളിച്ചിരുന്നപ്പോ അവർക്ക് അവരവരുടേതായിട്ടുള്ള ഫ്രീഡത്തോട് കൂടിയിട്ട് കളിക്കുന്ന ഒരു ഫീൽ. ഇപ്പൊ എസ്പെഷ്യലി കഴിഞ്ഞ മാച്ച് ഡിസാസിയുടെ ചെൽസി കരിയറിലത്തെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. അവൻ കളിച്ചിരുന്നത് അവൻ മറ്റൊന്നിനെയും പറ്റി പേടിക്കാതെ അവന്റെ കളിയിൽ മാത്രം ശ്രദ്ധിച്ച് അവന് ഇഷ്ടമുള്ള പോലെ കളിച്ചു. ആൻഡ് ഹി ഡെലിവേർഡ് ആൻഡ് ഹി നെയിൽഡ് ഇറ്റ്. ഒരു പണ്ടത്തെ കാലത്ത് ഒരു ജോൺ ടെറീസ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാൻ ഓവറായിട്ട് പറയല്ല, കാരണം നമുക്ക് ചെൽസി ഫാൻസിനെ കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്ത് വന്നിട്ടുണ്ടെങ്കിലും, ഏത് ബോൾ ക്രോസ് വന്നിട്ടുണ്ടെങ്കിലും, ഗ്രൗണ്ടിൽ കൂടെ ആണെങ്കിലും ഏരിയയിൽ ആണെങ്കിലും എല്ലാം ടെറി ഹെഡ് ചെയ്തോ അല്ലെങ്കിൽ ക്ലിയർ ചെയ്തോ കളയും. അപ്പൊ അതുപോലെ തന്നെ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ആക്ച്വൽ ഡിസാസിയുടെ എന്ന് പറയുന്നത്. അപ്പൊ അത് ഡെഫിനറ്റ്ലി ഒരു പരിധി വരെ നമ്മൾ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്രോച്ച് ഓൺ ദ ഡേ, നമ്മുടെ പർട്ടിക്കുലർലി നമ്മുടെ അപ്രോച്ച് എന്താന്നുള്ളതും അതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം നമ്മളിപ്പോ ലിവർപൂളിനെ ഫ്രണ്ട് ഫൂട്ടിൽ നമ്മൾ കയറി പ്രസ് ചെയ്ത് അഗ്രസീവായിട്ട് കളിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സിൽവേനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം നമ്മൾ എക്സ്പോസ്ഡ് ആയിരിക്കും പലപ്പോഴും. കാരണം നമ്മുടെ ഇനീഷ്യൽ ലൈൻ ഓഫ് പ്രഷർ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ലിവർപൂൾ ഒരു ഡയറക്റ്റ് സൈഡാണ്. അവർ പെട്ടെന്ന് സിറ്റിയുടെ പോലെ പാസ് ചെയ്തിട്ടല്ല, അവർ പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് ബോൾ ഫ്രം ഡിഫൻസ് ടു അറ്റാക്ക് മൂവ് ചെയ്യും. അപ്പൊ ആ ടൈമിൽ നമുക്ക് സ്പേസ് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം ലിവർപൂൾ അത്രയും എഫക്റ്റീവ് ആണ് ഡയറക്റ്റ് അറ്റാക്സിൽ. അപ്പൊ അത് കാരണം തിയാഗോ സിൽവയുടെ ഇൻക്ലൂഷൻ ആ രീതിയിലും നമ്മളെ എഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ എന്റെ പേഴ്സണൽ അഭിപ്രായം, നമ്മൾ ലിവർപൂളിനെ ഹെഡ് ഓൺ എടുക്കണം, നമ്മൾ ടോപ്പ് ടു ടോപ്പ് പോകണം എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ മാച്ച് സിറ്റിനെ കൂടുതൽ അപ്രോച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ഹാഫ് നമ്മൾ പറ്റുന്ന ടൈമിലൊക്കെ നമ്മൾ ടോപ്പ് ടു ടോപ്പ് പോകാൻ നോക്കിയിട്ടുണ്ട്, നമ്മൾ പൊസിഷൻ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്,
നമ്മളെ ഹൈ ആയിട്ട് അവരെ പ്രസ് ചെയ്തിട്ടുണ്ട്, അവരെ കംഫർട്ടബിൾ ആക്കിയിട്ടില്ല ഒട്ടും പൊസിഷനിൽ. അവരുടെ പൊസിഷൻ ഡോമിനന്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ എല്ലാവരും നമ്മൾ ഐസൊലേറ്റ് ചെയ്തു. അപ്പൊ അതൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടത്. ലിവർപൂൾ കുറച്ചുകൂടി ഡിഫറന്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും, കാരണം ടാക്ടിക്കലി കുറച്ച് ഡിഫറന്റ് ആയിട്ടുള്ള ടീമാണ്. അപ്പൊ അത് കാരണം തന്നെ, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെ ടാക്ടിക്സ് ആണെങ്കിലും അതിനേക്കാളും കൂടുതൽ വേണ്ടത് മെന്റാലിറ്റിയാണ്. സിറ്റിയുടെ കൂടെ ഉണ്ടായിരുന്നത് ടാക്ടിക്സിനേക്കാളും കൂടുതൽ മെന്റാലിറ്റിയാണ്. കാരണം ആ പ്ലേയേഴ്സിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഓക്കെ ഞങ്ങളെ കൊണ്ട് ഇത് പറ്റും, ഞങ്ങളെ കൊണ്ട് ഇവർക്ക് എഗെയിൻസ്റ്റ് ഏറ്റവും ടോപ്പ് ലെവൽ ഫുട്ബോൾ കളിച്ച് ടോ ടു ഡോ ഇവരുടെ കൂടെ പോകാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതേ കോൺഫിഡൻസോട് കൂടിയിട്ട്, അതേ മെന്റാലിറ്റിയോട് കൂടിയിട്ട് ഈ ഗെയിമും അപ്രോച്ച് ചെയ്യണം. എന്നാലേ നമുക്ക് ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. അതല്ലാതെ ഫ്രം മിനിറ്റ് 1 നമ്മൾ സിറ്റ് ബാക്ക് ചെയ്തിട്ട് ഓക്കെ ഞങ്ങൾ പ്രഷർ എല്ലാം അബ്സോർബ് ചെയ്യും, ലിവർപൂളിന്റെ അറ്റാക്സ് എല്ലാം അബ്സോർബ് ചെയ്തിട്ട് ഞങ്ങൾ കൗണ്ടർ ചെയ്ത് മാത്രം ഞങ്ങൾ ചാൻസ് ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അത് കാരണം നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ ഒന്നും നഷ്ടപ്പെടാനില്ല. സോ ദ റൈറ്റ് അപ്രോച്ച് ഇൻ മൈ ഒപ്പീനിയൻ ഇസ് ഗോയിങ് ഓൺ ഫ്രണ്ട് ഫുട്ട്. ഇനിയിപ്പോ അതുപോലെ ചെയ്തിട്ട് നമുക്ക് തോറ്റിട്ടുണ്ടെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് വി നോ ദാറ്റ് വി ട്രൈഡ്, വി ഗേവ് അവർ ബെസ്റ്റ്. അതാണ് വേണ്ടത്. ഓൺ ദ ഡേ, ഓൺ ദ പെർട്ടിക്കുലർ ഡേ, ആസ് എ ബിഗ് ഒക്കേഷൻ അറ്റ് വെംബ്ലി, യു ഷുഡ് അപ്രോച്ച് ദ ഗെയിം ഇൻ ദാറ്റ് വേ. കാരണം ഈ സ്ക്വാഡ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത് ഈ ഒരു രീതിയിലേക്കാണ്. അപ്പൊ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തി തോറ്റിട്ടുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമില്ല. അല്ലാണ്ട് ബീരുക്കളെ പോലെ സിറ്റ് ബാക്ക് ചെയ്യേണ്ട ആവശ്യം ഓൺ ദ ഡേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ മാച്ച് കഴിഞ്ഞപ്പോഴും നമ്മുടെ ഗ്രൂപ്പുകളിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ആ അവസാനത്തെ ഒരു 15-20 മിനിറ്റ് ഒച്ചട്ടീനോക്ക് ഒരൊറ്റ ചാൻസ് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആ ഗെയിമിനെ ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്തേനെ. കാരണം സിറ്റിക്ക് നമ്മൾ ഒരുപാട് പൊസിഷൻ കൊടുത്തിട്ട് ഡിഫെൻഡ് ചെയ്യാൻ നോക്കിയപ്പോ അവർക്ക് ഇറ്റ്സ് എ ഗുഡ് സൈഡ്, ഒബ്വിയസ്ലി ദേ വിൽ ക്രിയേറ്റ് ചാൻസസ് ആൻഡ് ദേ ഡിഡ്. അതുപോലെ തന്നെ ലിവർപൂൾ ഒരു നല്ല ടീമാണ്, അവർക്കും നമ്മൾ സിറ്റ് ബാക്ക് ചെയ്ത് ചാൻസുകൾ ഉണ്ടാക്കാൻ അവസരം കൊടുത്താൽ അവരും ചാൻസ് ഉണ്ടാക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് നമ്മൾ ആ ഫസ്റ്റ് ഒരു 50-60 മിനിറ്റ്സ് അപ്രോച്ച് ചെയ്ത പോലെ നമ്മൾ സിറ്റിനെ പിന്നെ പ്രഷറൈസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പാനിക് ചെയ്തേനെ. കാരണം ദേ ആർ ഡെസ്പറേറ്റ് ഫോർ ഗോൾസ്, ദേ ആർ ഇൻ എ ടൈറ്റിൽ റേസ്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും ലിവർപൂളിന്റെ ഒരു ഡെസ്പറേഷനെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ടായിരിക്കണം ശ്രമിക്കേണ്ടത്. അപ്പൊ ഫോർ ദാറ്റ് ഐ ഡോണ്ട് തിങ്ക് തിയാഗോ സിൽവ ഈസ് ഐഡിയൽ. മ്യൂട്ടാണ്. സോറി കമ്പനി കോൾ എടുക്കുന്നതിന്റെ ശീലമാണ്, പെട്ടെന്ന് മ്യൂട്ട് ചെയ്ത് പോകും. മറ്റേ ഷാജേട്ട്, ഐ തിങ്ക് സെയിം ക്വസ്റ്റ്യൻ ഐ ആസ്ക്ഡ് യു ഓൾസോ. തിയാഗോ സിൽവയെ പറ്റി എനിക്ക് തോന്നുന്നു ബാക്ക് 3 ആണെങ്കിൽ ഹി ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദ ബോൾ വെൽ, ബട്ട് വി ആർ പ്ലേയിങ് ബാക്ക് 4 ഡെഫിനറ്റ്ലി നോട്ട് സൂട്ടഡ് ടു ഹിം ഫോർ ഷുവർ. ബട്ട് വേറൊരു പ്ലെയർ ദാറ്റ് വി പേഴ്സണലി ഡിബേറ്റഡ് ഓൺ ഇസ് ലീവൈ കോൾവിൽ. ഐ തിങ്ക് സീസൺ തുടക്കം ലെഫ്റ്റ് ബാക്ക് കളിച്ചിരുന്ന നല്ലപോലെ ബുദ്ധിമുട്ടിയിരുന്ന പ്ലെയർ ആണ്. But I think versus City was one of the best performances I've seen from a Chelsea defender in a long time. On the ball, off the ball, മൊത്തത്തില് I think really he showed great maturity going against one of the best teams in the league. നാളെ do you think he starts? Where do you think he starts? And നിങ്ങളുടെ ideal back four, what will it be for tomorrow? ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഇപ്പൊ എബ്ബർ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ്, ഇറ്റ് വാസ് എ വെരി എമോഷണൽ പോയിന്റ് ആണ്. ഹി ഹസ് ബീൻ എ ഔട്ട്സ്റ്റാൻഡിംഗ് പ്ലെയർ ഫോർ ചെൽസി, ഹി ഹസ് ബീൻ എ ലോങ് വെറ്ററൻ, ലെജൻഡറി പ്ലെയർ. അതൊക്കെ എല്ലാം കറക്റ്റാണ്. നമുക്ക് ഇന്ന് വിചാരിച്ചിട്ട് 60 വയസ്സുള്ള ഒരു കളവനെ പിടിച്ചിട്ട് 20 വയസ്സുള്ള ഒരു പെണ്ണിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായ? He might be the nicest human being in the world. You can't get a 60-year-old to marry a 20-year-old woman. That's what football reality is. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാനൊരു കോച്ചിങ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ his days are over. I don't expect a 39-year-old to fight at the right level as he's fighting with the other 23-year-old. അത് അയാളുടെ കാലിബറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതല്ല. Days are over. എല്ലാവർക്കും സമയം എന്ന് പറഞ്ഞൊരു കാലമുണ്ട്, അത് കഴിഞ്ഞ് പോകുന്ന ഒരു കാര്യമാണ്. Coming to your point of whether he should start or not, if he starts, we are on the back foot. ഇതിൽ 3 കാര്യങ്ങൾ ഇപ്പം ബാലു പറഞ്ഞ പോയിന്റിൽ ഹൈലൈറ്റഡ് ആവണം. ബാലു അത് വിവരിച്ച് പറഞ്ഞു, ഞാൻ 3 പോയിന്റ് ഹൈലൈറ്റ് ചെയ്ത് വരാം. First and foremost, let us admit Jurgen Klopp is a better manager tactically than Mauricio Pochettino. Accept it. We have to accept it. അത് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല. Second thing, Liverpool, no matter which team they play according to Jurgen Klopp. ഇത് ആര് കളിച്ചാലും ആ 3 സെക്കൻഡിന്റെ ഗേഗൻ പ്രസ് വരും. അത് ഏതോ ആയിക്കോട്ടെ, അക്കാഡമി പ്ലെയർ ആയാലും വരും. That means they are more systematic in that system. Third most important thing, are we going to counter that or are we going to challenge that? Ipo enne sambandhichoളം, you cannot counter that because you don't play that kind of a press. You have to challenge. How you challenge? Balu parna pole, you fight with them, but you be patient. ക്ഷമയോടെ ഇരിക്കുക, ഡിഫെൻഡ് ഓർഗനൈസ്ഡ്, കമ്പോഷറോടെ. ബാലു എപ്പോഴും ഗ്രൂപ്പിൽ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, പോച്ചറ്റിനോട് സിസ്റ്റത്തിൽ ഒരു ഓർഗനൈസേഷൻ ഇല്ല, ഒരു പൊസിഷണൽ പ്ലേ ഇല്ല.
അത് കൊണ്ടുവരിക. ബി പേഷ്യന്റ്, ബി ഓർഗനൈസ്ഡ്. ചിലപ്പോൾ അവരുടെ 10 മിനിറ്റ് റെയ്ഡ് ആഫ്റ്റർ റെയ്ഡ് നമ്മളൊന്ന് ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. ആയിക്കോട്ടെ, അത് ഡിഫെൻഡ് ചെയ്തിട്ട് അവർ എന്നും ഫ്രസ്ട്രേറ്റ് ആയി കയറി വരുമ്പം യു ഹിറ്റ് ദം ഓൺ ദ കൗണ്ടർ. ദാറ്റ്സ് വേർ യു ഹാവ് ടു ഡു. അല്ലാതെ നമ്മൾ അവരുടെ ഗെയിമിനെ, അവരുടെ ഗേഗൻ പ്രസിനെ പ്രസ് ചെയ്യാനായിട്ട് കഴിക്കില്ല. സി, അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, there are only 4 teams including VfB Stuttgart that is playing the gegenpress. I'm talking about the teams that are playing the gegenpress, and of all these teams Liverpool stand as the best. എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് if you take a 1-minute period in which 4 players do a 3-second press, one of the player gets the ball in 3 seconds. One of the player, that's huge. അപ്പൊ ആ ക്വാളിറ്റി ഉള്ള ഒരു ടീമിനെതിരെ ക്ഷമ വേണം. ഓർഗനൈസ്ഡ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുക, ഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കുക. അവർ കുറെ അറ്റാക്ക് വരികയാണെങ്കിൽ ബി പേഷ്യന്റ്, വെയിറ്റ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഹോം. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, പേഷ്യൻസ് ഹാസ് ടു ബി എന്താ പറയുക, റെമ്യൂണറേറ്റഡ് വിത്ത് കറക്റ്റ് ആക്യുറസി. ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ? ഇന്ന് രാവിലെ ഗ്രൂപ്പില് പലരും ഞാൻ ആരും പേരെടുത്ത് പറയുന്നില്ല, ബാലു ഉള്ള ഓൾ അബൌട്ട് മീഡിയോക്രറ്റി എന്നാണ് പെട്ടിരിക്കുന്നത്, ഓൾ അബൌട്ട് ചെൽസിയാണ് ആ ഗ്രൂപ്പിന്റെ ശരിയായ. അതിൽ പലരും റഫറിമാർ ലിവർപൂളിനെ ഫേവർ ചെയ്തെന്ന് പറഞ്ഞാൽ, ഞാൻ തിരിച്ച് അവരോടും എല്ലാ ചെൽസി ഫാൻസിനോട് ചോദിക്കുന്നത്, എത്ര ചാൻസ് ചെൽസി കളഞ്ഞു? How many chances Jackson missed? I am telling you tomorrow, if Jackson misses 2 golden gilt-edged chances, you don't blame the referee. Please don't blame the referee, because this is a final. You will not get 5 chances. Problem എന്താണെന്ന് പറയാ, every time I see Chelsea on the pitch, 2 gilted opportunity ഒന്നിക്ക് ജാക്സണോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റെർലിങ്ങോ കൊണ്ടേ കളയും 1-on-1. എന്നിട്ട് അവർ കൗണ്ടറിൽ 1 അടിക്കും. എന്നിട്ട് റഫറി നമുക്കൊരു ഫൗള് തരില്ല, പെനാൾട്ടി വരില്ല. അടുത്ത ദിവസം ഗ്രൂപ്പിൽ ചർച്ച, റഫറി ക്ലോപ്പിന് ഫെയർവെൽ കൊടുത്തു. വാട്ട് നോൺസെൻസ് ഇസ് ദാറ്റ്? യുവർ പ്ലെയർ കുഡന്റ് ബീറ്റ് 1-on-1. എന്നിട്ട് നമ്മൾ അത് പറയുന്ന കാര്യമില്ല. സി, ഫൈനൽ എന്ന് പറയുന്നതിൽ യു ഹാവ് ടു ടേക്ക് ഓപ്പർച്യൂണിറ്റീസ് അറ്റ് യുവർ പോയിന്റ്. നമ്മൾ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ എടുത്ത് നോക്കിയാൽ മതി. നമുക്ക് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ, നമ്മളെ 2 ഫൈനൽ ഒന്ന് എടുത്തു നോക്കിയേ. ഒരു ജുവാൻ മാട്ട എടുത്ത ഒരു കോർണർ, ആ കോർണർ ഡ്രോഗ്ബ ഹെഡ് ചെയ്യുന്നു. അതിനുശേഷം ആ കളിയിൽ ചെൽസിക്ക് കോർണർ കിട്ടിയിട്ടില്ല. കിട്ടിയ ഒരു കോർണർ അവസരമാക്കി. അതേപോലെ ഒരു 1 ത്രൂ ബോൾ റൈറ്റ് ഇൻ ബിറ്റ്വീൻ ദ സെന്റർ ബാക്സ് കൊടുത്തത് ഹവേർട്സിനാണ്. അതവൻ എടുത്ത്. അപ്പൊ ഫൈനലിൽ കളിക്കുമ്പോ ചാൻസ് കിട്ടുന്നത് മേടിക്കണം. അല്ലാതെ കഴിഞ്ഞ ദിവസം റോക്കറ്റ് വിട്ട പോലെ, പണ്ട് മരിച്ചുപോയ അബ്ദുൽ കലാം റോക്കറ്റ് വിട്ട പോലെ ജാക്സൺ കൊണ്ടുപോയിട്ട് ആകാശത്ത് അടിച്ചിട്ട് നെഞ്ചത്തും തലയിലും കൈവച്ചിട്ട് 2 എണ്ണം മിസ് ചെയ്തിട്ട് കൗണ്ടറിൽ വീണതിന് ശേഷം അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ അറിയോ, എനിക്ക് ഏറ്റവും വലിയ സങ്കടകര കാര്യം എന്താ അറിയോ, ഇവിടെ ആരോ ഇപ്പൊ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, എൻകൂക്കു 2 ഗോൾ അടിക്കുന്നു. ഈ എൻകൂക്കിനൊക്കെ പോസിറ്റീവ് ഇന്നും സ്റ്റാർട്ട് ചെയ്യില്ല, അടുത്ത സീസണിലും സ്റ്റാർട്ട് ചെയ്യില്ല. അതൊക്കെ ബെഞ്ചിൽ ഇരുന്നിട്ട് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഈ കല്യാണ വീട്ടിൽ കാണുന്നില്ല, ചെറുക്കന്റെ കൂടെയും ചെറുക്കന്റെ കൂടെയും കുറച്ച് നല്ല സുന്ദരിമാരുണ്ടാവും. അതുപോലെയാണ് ഈ പറയുന്ന എൻകൂക്കു. അതൊന്നും കളിപ്പിക്കൊന്നുമില്ല. അയാൾ കളിപ്പിക്കാൻ പോകുന്ന ഈ പറയുന്ന ജാക്സനൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള കാരാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ, ഞാൻ കോച്ചാണ് കണ്ടല്ലോ, ഇഫ് ഈസ് ഫിറ്റ് ഐ വിൽ പ്ലേ എൻകൂക്കു വെദർ ജാക്സൺ പ്ലേസ്. കാരണം എന്തല്ലോ, അയാൾക്കൊക്കെ ഉണ്ടല്ലോ ആ ഒരു ക്വാളിറ്റീസ് ഉണ്ട്, ബിഗ് മാച്ച് ടെമ്പറമെന്റ് ഉണ്ട്, അത് കളിപ്പിക്കണം. ഇത് എനിക്ക് നല്ല ഉറപ്പുണ്ട്, നാളെ വെംബ്ലിയിൽ അത്രയും വലിയ പിച്ചില് കോൾ പാൾമർ ഉറപ്പായിട്ടും, ഞാൻ ഈ പറയുന്നത് ഇവിടെ വേണ്ടി റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രോൾ ചെയ്യാം, ഉറപ്പായിട്ടും ജാക്സന് നാളെ ഒരു 2 സൂപ്പർ ബോൾ കൊടുക്കും. പക്ഷെ അത് അടിച്ചില്ലെങ്കിൽ ജാക്സൺ പിന്നെ ഇരിക്കണ്ട, അവിടെ പോയിക്കോ, ഇവിടുന്ന് ഇറങ്ങി സ്ഥലം വിട്ടോന്നേ പറയുള്ളൂ. ഞാൻ അത്രയേ ഉള്ളൂ. ശരിയാണ്, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഫ്രസ്ട്രേഷൻ ആണ് ജാക്സൺ ആയിട്ട്. ഐ തിങ്ക് പക്ഷെ സിറ്റി ആയിട്ടുള്ള ഒരു സാഹചര്യം ഞാൻ ചോദിക്കട്ടെ, കുറച്ച് ആള് ഇടയ്ക്കിടയ്ക്ക് വൈഡ് ആയിട്ട് ഇറങ്ങിയിട്ടാ കളിച്ചത്, ബട്ട് ദെയർ വാസ് സം ഗുഡ് മൂവ്മെന്റ്സ്. ഞാൻ മറ്റേ കുപ്പത്തൊട്ടയിൽ ഇരുന്ന് മറ്റേ മൂവ്മെന്റ്സ് തപ്പല്ല, ഇവിടെ ഈ ഷോയിങ് സം സൈൻസ് ഓഫ് ഇംപ്രൂവിംഗ്. പക്ഷെ ഐ അഗ്രി, നോട്ട് ഗുഡ് ഇനഫ് ടു ലീഡ് ദ ലൈൻ ഫോർ ചെൽസി. ഇപ്പൊ ഒരു ടോപ്പ് ഓഫ് ദ ലീഗ് ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഈസ് എ ബാഡ് പ്ലെയർ നോട്ട്. ഞാൻ പറയുന്ന ഒരു പ്ലെയർ എന്താ അറിയോ, എന്റെ ഒരു സിമ്പിൾ ലോജിക്കാണ്. അതിപ്പോ ഇവിടെ ഗിരീഷ് ഉണ്ട്, ബാലു ഉണ്ട്, അവർ ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ പറഞ്ഞോട്ടെ. If you are a forward player, whether you are a center forward or a left or a right, if you cannot beat the 1-on-1 goalkeeper, not the defender, 1-on-1 goalkeeper, then you are not good enough to play as an attacking player.
It is like playing a center back forward. Imagine Disasi playing as a right attacker and a left attacker. He Jackson every time he gets a chance one-on-one with the goalkeeper, either he will shoot right into the rocket zone or he will give it direct to the goalkeeper. Now you don't tell me that he is a striker, attacking player. പല സമയങ്ങളിൽ സ്റ്റെർലിങ്ങിന് ആളുകൾ കുറ്റം പറഞ്ഞിട്ടുണ്ട്. But Sterling is taking a shot. This man is allowing the goalkeeper to pluck the ball. പണ്ട് ന്യൂസിലാൻഡിൽ ആപ്പിൾ പറിക്കാൻ ഇവിടെ ഇന്ത്യയിൽ ആളുകൾ പോയ പോലെയാണ്. അവന്റെ കാലിൽ നിന്ന് ബോൾ കൈ പിടിക്കുകയാണ്. എന്ത് നാണക്കേടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ഗോൾ കീപ്പർ, ബാലും ഗിരീഷും 1-1 വരുന്നത്, പോട്ടെ ഷൂട്ട് ചെയ്ത് എന്റെ മേത്ത് കൊണ്ട് പുറത്തു പോയി, ബാഡ് ലക്ക്, പുവർ പെർഫോമൻസ്. പക്ഷെ ബാലും ഗിരീഷും നേരെ വന്നിട്ട് പറയാം, ഷാജേട്ട ഒന്ന് കൈ കൊണ്ട് ബോൾ പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് അറ്റാക്കിംഗ് പ്ലെയറാണ്. എനിക്കറിയില്ല അവൻ എന്ത് അറ്റാക്കിംഗ് പ്ലെയർ ആണ്. ഈ പയ്യന്റെ കയ്യിൽ എപ്പോ ബോൾ കിട്ടാലും അവിടെ പോയിട്ട് അവൻ എന്ത് ചെയ്യണം എന്നറിയില്ല. ബാലു പരസ്പരം പറഞ്ഞിട്ടുണ്ട്, ബോൾ കിട്ടിക്കഴിഞ്ഞാൽ 1-on-1 എന്ത് ചെയ്യണം എന്നറിയില്ല, ഗോൾ കീപ്പർ കൊടുക്കണം. എന്തോ ഭാഗ്യം അവന് തിരിയാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെ തിരിഞ്ഞ് നേരെ നമ്മളെ ഗോൾ കീപ്പർ കൊടുത്തേ ബാക്ക് പാസ്. നാളെ ഈ വീഡിയോ ജാക്സൺ അയച്ചു കൊടുത്ത മൂവി പ്രചോദനം ഉൾക്കൊണ്ട് നാളെ ഒരു ഹാട്രിക് അടിക്കുന്നതാണ് എന്റെ മനസ്സ് പറയും. നമുക്ക് നല്ല തന്നെ സംഭവിക്കട്ടെ ചെൽസി. അത് ഭയങ്കരമായിരിക്കും പ്രചരണം. കാരണം എന്താ പറയാ, ജാക്സണല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞ എവറി ടൈം ഇൻ ദ നൈറ്റ് ഐ വാച്ച് ദ വീഡിയോ ഓഫ് കരീം ബെൻസേമ. ഭാഗ്യം ബെൻസേമ ഈ വീഡിയോ കേൾക്കാത്തത്. ബെൻസേമ എന്നേ വരെ വെച്ചാലേ ഇവനൊക്കെയാണ് വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞാല്. അതേട്ടാ നിങ്ങൾ ഇങ്ങനെ നമ്മുടെ ഈ സീസൺ അവസാനമാകുമ്പോഴത്തേക്കും ജാക്സൺ ഒരു 25 ഗോൾ ഒരു ഗോൾഡൻ ബൂട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് 3 റെഡ് കാർഡ് കൊടുക്കണം എല്ലാ കളിയിലും. എല്ലാ കളിയിലും 3 റെഡ് കാർഡ് കൊടുത്താൽ 7th ടീമിലൂടെ അടിക്കുമെന്ന്. ബ്രോ നമ്മൾ ഡൈഗ്രസ് ആയി ടോപ്പിക് ഐ തിങ്ക് കോൾഡ്വെല്ലിന്റെ സ്ഥാനം നാളെന്നായിരുന്നു. ആസ്പിൻ ബ്രോ യുവർ തോട്ട്സ്. കാരണം സിറ്റിക്കെതിരെ ഐ തിങ്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഇംപ്രസീവ് പെർഫോമൻസ് ആളുടെ ദ ഹാപ്പിയസ്റ്റ് ഐ ബീൻ വാച്ചിങ് കോൾഡ്വെൽ പ്ലേ വാസ് വേഴ്സസ് സിറ്റി. ആ ലെഫ്റ്റ് ഫുട്ടും ഹൗ ഹി വാസ് ഏബിൾ ടു ഡിസ്ട്രിബ്യൂട്ട് പ്ലേ കുറെ കാലം ചെൽസിയിൽ അങ്ങനത്തെ ഒരു സെന്റർ വേഗം ചെയ്യുന്ന കണ്ടിട്ട്. യു തിങ്ക് ഹി സ്റ്റാർട്ട്സ് ടുമോറോ ഓർ പോച്ചറ്റിനോ പതിവ് പോലെ ഡു യു തിങ്ക് ഹി പ്ലേസ് ഹിം അറ്റ് ലെഫ്റ്റ് ബാക്ക്? Again, it depends on whether Silva plays. No doubt. So leaving whether Silva plays or not, ഈ കോൾഡ്വെൽ സെന്ററിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, let's come back to Silva. സിൽവയുടെ ഡിസ്ട്രിബ്യൂഷൻ നോർമലി സേഫ് ആണ്, ബട്ട് ഫോർ ദാറ്റ് സേഫ്റ്റി we consume more time while playing out from the back. ആ ഒരു സെറ്റിലായി പതുക്കെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് സിൽവയുടെ. ദിസ് ആക്ച്വലി ഗിവ്സ് ദി അതർ ടീം ഓൾസോ ഒരു ഗെറ്റ് ഇൻ ഷേപ്പ് ആവാനുള്ള ടൈം നമ്മൾ കൊടുക്കാറുണ്ട്. അല്ലാണ്ട് കോൾഡ്വെൽ whereas he is more technical with the ball in the sense ഭയങ്കര ഡയറക്റ്റ് ആണ്. ബിറ്റ്വീൻ ദ ലൈൻസ് പാസ് കൊടുക്കാനായിട്ട്, ബിറ്റ്വീൻ ദ മെൻ ആളെ കണ്ടുപിടിക്കാനായിട്ട് വളരെ നന്നായിട്ട് ബോൾ ഡിസ്ട്രിബ്യൂട്ട് അറിയാവുന്ന ഒരു പ്ലെയർ ആണ്. എക്സലന്റ് ലെഫ്റ്റ് ഫുട്ട്. അത് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊന്നുമല്ല. ഡ്യൂറിംഗ് ഹിസ് ലോൺ ഡേയ്സ്, ഡ്യൂറിംഗ് ഹിസ് നാഷണൽ ടീം ഡേയ്സ് എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ഇറ്റ്സ് നോട്ട് എ ന്യൂ തിങ് ദാറ്റ് you know he is playing well, especially when he is given more responsibilities on the ball. You know, off the ball also, the way he was reacting after doing interceptions, doing tackles, heading the ball out, it shows a certain bit of passion. അതിലൊരു ഡൗട്ടും ഇല്ല. അപ്പം അങ്ങനെ ഒരു പ്ലെയറിന് നമുക്ക് വളരെയധികം ആവശ്യമാണ്. ഗാലഗർ കിടന്ന് ഓടി കളിക്കുമ്പോൾ നമ്മൾ പറയുന്നത് പാഷനാണ്, എനർജിയാണ്, അതാണ് ഇതാണ്. കുറെ ഡിഫൻഡർ പാഷൻ ഈസ് ഗെറ്റിംഗ് ഹിസ് ബോഡി അക്രോസ് ആൻഡ് ബ്ലോക്കിംഗ് ദ ബോൾ ആൻഡ് സ്റ്റോപ്പിംഗ് ദാറ്റ് അറ്റാക്ക്. ബിസാസിയും ഗോളിലും വളരെ നന്നായിട്ട് കാണിച്ചു സിറ്റിക്കെതിരെ. ഒബ്ജക്റ്റീവ് മെന്റാലിറ്റിയാണ്. ഗോൾ കയറിയത് ബോക്സിനകത്തു നിന്നല്ല, ആൻഡ് യു കാനോട്ട് ബ്ലെയിം ദ സെന്റർ ബാക്ക് ഫോർ ദാറ്റ്. അതും 2 തവണ ഡിഫ്ലക്ട് ആയിട്ട് വന്ന ബോൾ. അഗെയിൻ 2 പുതിയ പ്ലേയേഴ്സ് ആണ് അതിന്റെ ഫ്രണ്ടിൽ നിന്നത്. സോ ആ മാച്ച് എന്താ പറയുന്ന ഷാർപ്നെസ് വരുന്നുണ്ടായിരുന്നുള്ളൂ. കെസയുടെ പുറകെ നിന്ന ചലോബ അവിടെ ഡിഫ്ലക്ട് ചെയ്തു. നോബഡി ടു ബി ബ്ലെയിം ടു ബി ഓണസ്റ്റ്. സോ ഐ വാണ്ട് കോൾഡ്വെൽ ടു പ്ലേ ആസ് സെന്റർ ബാക്ക്, ആൻഡ് ഐ വാണ്ട് of all the players Gusto to play at his best. Then we have an excellent chance. കാരണം ചിൽവെലിനെ after his injury I cannot ask too much of him because of his physical stature, and I just want him to have a decent game, but I want Gusto to be his best. Defense line le karyam paraya, then we are safe. As long as he is causing problems on the other side, they will think twice, because he is an absolute world class player. Fair point. Shavin bro, welcome to the stream. കുറെ കാലത്തിന് ശേഷം ഓൾമോസ്റ്റ് ഫുൾ ഹൗസ് ആണ്. ടോം അരുൺ ബ്രോ കൂടെ വന്ന വിപിൻ ബ്രോ കൂടെ ആണ്. ഐ തിങ്ക് വി ഹാവ് മോസ്റ്റ് ഓഫ് റെഗുലേഴ്സ്. ഷാവിൻ ബ്രോ പറയൂ, ഹൗ ആർ യു ഫീലിംഗ് അബൌട്ട് ടുമോറോസ് ഫൈനൽ? പോസിറ്റിവിറ്റി ആണോ അതോ എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? പോസിറ്റീവായിട്ട് തന്നെ നിൽക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായാലും നമുക്ക് ഈ ഒരു സീസണിൽ ബാലു ബ്രോ പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടാനില്ല. അപ്പൊ ഫുൾ എന്താ പറയാ, ഫുൾ എനർജിയോടെ തന്നെയാണ് നാളത്തെ പെർഫോമൻസ് ടീമാണ് സ്ക്വാഡിൽ മൊത്തത്തിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോണത്.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എന്താ പറയാ ഹൈ ഫോമിൽ ലിവർപൂൾ നിൽക്കുകയാണ്. അവർക്ക് എന്തായാലും എന്താ പറയാ അതുങ്ങളോടൊരു ഫെയർവെല്ലോട് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുകയാണ്. അപ്പോ എന്താ പറയാ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ സീസണിൽ നമുക്കിനി കിട്ടാവുന്ന പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ കാരബാओ കപ്പ്, അതേപോലെ FA കപ്പിൽ നല്ലൊരു റിസൾട്ട്, ഇതൊക്കെ നമുക്ക് കിട്ടാവുന്ന പോസിറ്റീവ് റിസൾട്ടുകളായിട്ട് കാണുന്നത്. അപ്പൊ എന്ത് വന്നാലും നല്ലൊരു എന്താ പറയാ പോസിറ്റീവ് മൈൻഡ് സെറ്റ് കൂടെ തന്നെയാണ് നാളത്തെ മത്സരങ്ങൾ, നാളത്തെ ഗെയിം നമ്മൾ എന്തായാലും കാണാൻ പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കറന്റ് ലിവർപൂൾ ഫോമിൽ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം അവരൊരു 1-2 കീ പ്ലേയേഴ്സ് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അവര് നല്ല രീതിയിൽ തന്നെ നമുക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യും? ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫിൽ നമ്മൾ എങ്ങനെയാണ് കട്ട ഡിഫെൻസീവ് ആയിട്ട് നിൽക്കുമോ, അതല്ലെങ്കിൽ നമ്മൾ അവരുടെ ആ ഒരു എന്താ പറയാ ജഗൻ പ്രസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യും? അതൊക്കെ അനുസരിച്ച് നമ്മുടെ നാളത്തെ ഒരു മത്സരത്തിന്റെ ഓവറോൾ പെർഫോമൻസ് ഒക്കെ ഇതിരിക്കും. പിന്നെ ഇപ്പൊ നേരത്തെ നമ്മുടെ വീഡിയോ തന്നെ ഷായ്ച്ചേട്ടൻ ഒരു കാര്യം പറയാം, നാളെ കോൾ പാമർ അതേപോലെ തന്നെ ജാക്സൺ ഇവരുടെയൊക്കെ ആ ഒരു ഗോൾ ഫൈനൽ ടൈറിലുള്ള അവരുടെ ആ ഒരു മൂവ്മെന്റ് പെർഫോമൻസ് അതൊക്കെ വളരെ ക്രൂഷ്യൽ തന്നെ ഇരിക്കും. അതിന് പറയാൻ കാരണം വെച്ചാൽ മാഞ്ചസ്റ്റർ സിറ്റി ഗെയിമിൽ തന്നെ ജാക്സന് ഒരു എന്താ പറയാ ജസ്റ്റ് ഒന്ന് ഗോളിലേക്ക് ഇടാൻ പറ്റുന്നൊരു അവസരം കിട്ടി. അപ്പൊ അതും മിസ്സായത് നമുക്ക് ആ ഒരു ഗെയിമിൽ തന്നെ എത്രത്തോളം ക്രൂഷ്യൽ ആയിരുന്നു പിന്നീടാണ് പ്രൂവ് ചെയ്തത്. അപ്പൊ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ നമുക്ക് കിട്ടുന്ന ചാൻസുകൾ എത്രത്തോളം നമ്മളത് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ അതേപോലെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ നാളത്തെ ഗെയിമിന്റെ റിസൾട്ടുകൾ. പിന്നെ കഴിഞ്ഞ കളി ഒരു ഗോൾ അടിച്ചുകൊണ്ട് സ്റ്റെർലിങ്ങിന്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു എന്താ പറയാ ഒരു ചെറിയൊരു പോസിറ്റിവിറ്റി ഉണ്ട്. എങ്ങനെയാണ് പെർഫോം ചെയ്യുന്ന അറിയില്ല, പക്ഷെ ഗോൾ അടിച്ചതിന്റെ ഒരു കോൺഫിഡൻസിൽ കുറച്ചും കൂടി ഇനിയിപ്പോ നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവന്റെ പെർഫോമൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയ ഒരു പെർഫോമൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും ഒരു പോസിറ്റീവ് റിസൾട്ട് തന്നെ പ്രതീക്ഷിച്ചു. ഒരു എന്താ പറയാ നമ്മൾ ലാസ്റ്റ് കരബാओ കപ്പ് അടിച്ചത് എന്തായിരുന്നു ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു 2013 എന്തോ ആണോ ലാസ്റ്റ് അടിച്ചത്? 2015 ഇവൻ മറ്റേ 15 മൊറീനിയോ വന്ന് നമ്മൾ അടിച്ചത്. അപ്പൊ അതിനുശേഷമുള്ള ഒരു കരബാओ കപ്പ് വിക്ടറി എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് നാളെ സ്ക്രീനിങ്ങിന് വരുന്നത്. സ്റ്റെർലിംഗ് ഒക്കെ ഗജനി ആയിരിക്കും കൃഷ്ണകുമാർ പറയുന്നത്. ദൈവമേ, ഒരു ഗോൾ ആയതുകൊണ്ട് The thing about Sterling also is that എത്ര മോശപ്പെട്ട് കളിച്ചാലും some reason somehow he ends up scoring a goal. ആ ഒരു ഹാബിറ്റ് ഉണ്ട്, ഒരു ടെൻഡൻസി ഉണ്ട്. ആ ഒരു റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം, അങ്ങനെ പോലത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന ഒരാളാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗിരീഷ് പറഞ്ഞ ആ പോയിന്റില് he's a kind of player who makes a lot of mistakes. He's well past his prime. He came at a very late age to us. അവൻ അത്രയും വർഷം കളിച്ചിട്ടാണ് നമ്മളെടുത്തിരുന്നത്. പക്ഷെ കഴിഞ്ഞ തവണ അവൻ സിറ്റിയുടെ കൂടെ കളിച്ചപ്പോഴും that was his presence of mind. ആ ബോളിനെ കട്ട് ബാക്ക് ചെയ്ത് എന്നിട്ട് ആ റൈറ്റ് കൊണ്ട് അടിച്ചത് അത് പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. ഒരു പക്ഷേ മുഡ്രിക്കൊക്കെ ആണെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് നടന്നിട്ടുണ്ടാകുന്ന നേരെ സ്റ്റാൻഡിലേക്ക് ബോളുമായിട്ട് പോയിട്ടുണ്ടോ, എന്നിട്ട് അവിടെ ഏതെങ്കിലും ഫാൻസിന്റെ കയ്യിൽ ബോൾ കൊടുത്തിട്ട് വന്നിട്ടുണ്ടോ? എപ്പോ നോക്കുമ്പോ അല്ല സ്റ്റെർലിംഗ് എന്റെ പ്രായമുള്ളൂ, ഞാൻ എപ്പോ നോക്കിയതാ, അങ്ങനെ വയസ്സില്ല. പക്ഷെ അവൻ എത്ര വർഷം കളിക്കുന്നത് ശരിയാണോ? തുടങ്ങിയത് നല്ല വളരെ പെട്ടെന്നായി പോയി. ഭയങ്കര യങ് ഏജിൽ തുടങ്ങിയ പ്ലെയർ അല്ല അവൻ. അവനൊക്കെ പ്രീമിയർ ലീഗ് ലെജൻഡ് അല്ലേ? എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും യങ് ആൻഡ് ഫ്രഷ് ആയിരുന്നു. 29 വയസ്സ് പറഞ്ഞ ഒരു ബ്രോ, എനിക്ക് തോന്നുന്നു നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ പുള്ളി പ്രീമിയർ ലീഗ് കളിച്ചു തുടങ്ങിയിരുന്നു. എത്ര വർഷമായി കളിക്കുന്നത്? ബ്രെൻഡൻ റോജേഴ്സ് ഉള്ളപ്പോ അടുത്ത സീസണും അവൻ ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു വേറെ പ്ലെയർ വരും, അവന് ബെഞ്ചിലാക്കും, അല്ലെ വേറെ എവിടെയും പോകും. ശരിയാണ്. സ്റ്റേർലിംഗ് 10-12 കൊല്ലേ തോന്നുന്നു കളി തുടങ്ങി. ശരിയാ, 2013 റോഡ്ജേഴ്സിന്റെ പ്രീ സീസണിലേക്ക് കളിച്ചു തോന്നുന്നു. 13 കൊല്ലൊക്കെ പ്രീമിയർ ലീഗ് കളിക്കാന്ന് പറഞ്ഞാൽ എന്നാ ലെജൻഡാ. അതിലിപ്പോ എന്ത് കളിക്കാനാണ്? ഇവിടെ അക്കിം ജയിച്ച് വന്നിട്ട് 3 വർഷം കഴിഞ്ഞാൽ ആരോ പറഞ്ഞ് പെൻഷൻ കിട്ടുന്നു. പക്ഷെ അവരെ 3 വർഷം പോയിട്ട് 2 വർഷം പോലും ഇവിടെ വെച്ചില്ല, പറഞ്ഞു വിട്ടിട്ട്. നടക്കുന്ന കാര്യമൊന്നുമില്ല. കുലിബാലിയുടെ വെക്കായിരുന്നു ഒരു 3 കൊല്ലം കൂടെ. ശരിയാണ്. പോവാ ഗിരീഷ് ബ്രോ പറയൂ. ഡിഫൻസ് ഈ സീസൺ കുലിബാലി ഉണ്ടായി നമ്മൾ ടോപ്പ് 4 ആണ്, സംശയിക്കേ വേണ്ടത്. അവന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് നമ്മൾ മിസ് ചെയ്യുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നീ രക്ഷപ്പെട്ടത് ആര് കാരണമാണെന്നറിയാം? ചാവിയ ഇവൻ രക്ഷപ്പെട്ടത് ആര് കാരണമാണെന്നറിയാം? തോമസ് ടൂക്കൽ കാരണം. കഴിഞ്ഞ ദിവസം ഞാൻ ഫവാസിന്റെ ഗ്രൂപ്പിൽ പറഞ്ഞ ഹെബ്ബർ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഒരു കൂട്ടുകാരനുണ്ട്, അവൻ ഭയങ്കര കുലിബാലി ഫാനാണ്. ആ ടൂക്കൽ ഒരു 5 പ്ലെയർ മേടിച്ചിട്ടുണ്ടായിരുന്നു മോനെ. എന്റെ പൊന്നു മോനെ, തട്ടുകടയിൽ പൊറോട്ടയും ബീഫും കഴിച്ച പോലെയായിരുന്നു. കൊലിബാലി, ഒബമയാങ്, കുക്രേല, ഇങ്ങനത്തെ കുറെ സാധനത്തിനെ കൊണ്ടുവന്ന് ടൂക്കല്. ഇതൊക്കെ എവിടുന്ന പുള്ളി തപ്പി പിടിച്ചെന്നറിയില്ല. ഇത് ഇപ്പൊ ബയൺ ഫാൻസ് പറയുന്നത് എറിക് ഡയർ
എറിക് ടയർ ആ കിം എന്ന് പറഞ്ഞ ആ സൗത്ത് കൊറിയൻ പ്ലെയർ അവൻ ഓടിപ്പോയി. എറിക് ടയർ പറയാ എനിക്ക് ഓടാൻ പറ്റൂല, ഒന്ന് നിൽക്കാമോ. ഈ ഡയറിനൊക്കെയാണ് ഈ തോമസ് സമ്മതിക്കണം കേട്ടോ ടൂക്കലിനൊക്കെ. അതൊക്കെ എന്ത് കണ്ടിട്ടാണ് കുലിബാലിനെ ഒബമയെ അങ്ങനെയൊക്കെ സൈൻ ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷെ കുലിബാലിക്ക് ഒരു നല്ല കാര്യം ഉണ്ടാവുന്ന സാഹചര്യം നിങ്ങളത് മറക്കരുത്. കുറച്ച് ലേറ്റ് ആയി പോയി ചെൽസിനോട്ട് വരാൻ, ഒരു 3-4 കൊല്ലം ലേറ്റ് ആയി പോയി. നമ്മുടെ ഇഞ്ചറീസ് ഒന്നും ആർക്കും ഒരു പ്രശ്നമേ അല്ല. നമ്മുടെ ക്യാപ്റ്റൻ ഇഞ്ചേർഡ് സീസൺ തുടങ്ങിയ പോലെ. ലിവർപൂൾ മെയിൻ ഫ്രണ്ട് 3 ഇഞ്ചേർഡ്. ഇത് പറയാം ഗിരീഷ് സെയിം പോയിന്റ് നിങ്ങളോട് പറയാവുന്നത്. ഐ തിങ്ക് ഡിസാസി ഹാസ് ടു സ്റ്റാർട്ട് ഫോർ മീ, നോൺ നെഗോഷിയബിൾ ആള്. ആഫ്റ്റർ ദാറ്റ് പെർഫോമൻസ് വേഴ്സസ് സിറ്റി, ഗുസ്റ്റോ ഹാസ് ടു സ്റ്റാർട്ട്. പിന്നെ ഹൈലൈൻ കളിക്കാൻ എനിക്ക് ഒരു ഐ തിങ്ക് ഈ ചെൽസി ഡിഫൻസ് വിത്ത് ഇഫ് തിയാഗോ സിൽവ ഡസന്റ് സ്റ്റാർട്ട്, ഹൈലൈൻ കളിക്കുന്നതിൽ വലിയ അതില് ഹെബ്ര ഒരു കാര്യം പറയാനുള്ളത്, മാലോ ഗുസ്റ്റോ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റൈൽ, എല്ലാ ടെക്നിക്കൽ പ്ലെയർ ആണെന്ന് അറിയാം, ഒരു രക്ഷയില്ല. എനിക്ക് ചിൽവറിനേക്കാളും അവനെ ഇഷ്ടപ്പെട്ടത്. അവൻ ഒരു ക്ലാസ് സാധനമാണ്. Literally, Reece James, he's not a sure starter anymore. Like, credit to Gusto. Definitely, Reece James, over the last 2-3 seasons, he's built up his reputation. But Gusto is really making him sweat. Varna, he's just 20 years old also. Definitely, like brilliant right back. Seriously. I see a future job cancel in him. Attacking talent, ball control ഒക്കെ ഭയങ്കര. അല്ല അതെല്ലാം പോട്ടെ, ഞാൻ ചോദിക്കട്ടെ ഹെബ്ര, നിങ്ങൾ ഇതിൽ ആരാ യു കെയിലുള്ള ആള്? ഗിരീഷ് ആണോ? അല്ലല്ല, ആരുമില്ല, എസ് കെ ആണ്. ഈ നാളെ വെംബ്ലിയിൽ ലെഫ്റ്റ് സൈഡിലാണോ ചെൽസി ഇരിക്കുന്നത്, റൈറ്റ് സൈഡിലാണോ ഇരിക്കുന്നത്? ശ്രീകാന്ത് അതൊക്കെ നോക്കിയാ? ഒരു ഐഡിയ ഇല്ല. ആ എന്നാൽ രണ്ട് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു ശകരി പോലെ വരുത്താൻ എനിക്ക് സെപ്പറേറ്റ് മെസ്സേജ് അയച്ചിട്ട്, വെംബ്ലിയിൽ കഴിഞ്ഞ 6 ഫൈനലിൽ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന ടീം തോറ്റിട്ടേ ഉള്ളൂ. ദൈവത്തെ ഓർത്ത് ലെഫ്റ്റ് പോയി ഇരിക്കരുതെന്ന് പറഞ്ഞ, റൈറ്റിൽ ഇരിക്കാൻ പറയണം നമ്മളെ പിള്ളേരോട്. നമ്മൾ ടോസ് ഒന്നും വേണ്ട, ബോളും വേണ്ട, നമ്മളെ റൈറ്റ്. നമ്മള് വെംബ്ലിയിൽ ജയിച്ചിട്ട് കുറെ കാലേ, ഏതാ വെംബ്ലിയിൽ ജയിച്ചിട്ട് നമ്മൾ തന്നെ കുറെ കാലേ. ഇറ്റ് യൂസ് ടു ബി അവർ വിന്നിംഗ്, ലൈക്ക് നമ്മളെ ഒരു സെക്കൻഡ് ഹോം പോലെ ആയിരുന്നു. അതിപ്പോ കംപ്ലീറ്റ്ലി ഓവർ ടേൺഡ്. അടുപ്പിച്ച് FA കപ്പ് ഫൈനൽ തോറ്റില്ല നമ്മളവിടെ. Yes, FA കപ്പ് ഫൈനൽ, കാരബോ കപ്പ് ഫൈനൽ, കഴിഞ്ഞ 5 ഫൈനൽസ് തോറ്റിട്ടുണ്ട് വെംബ്ലിയിൽ. And before that we have won 6. ലാംപാർഡ് വൻ പ്രതീക്ഷയോടെ പോയി ഒബമയാങ് സ്കോർഡ് അഗൈൻസ്റ്റ് us. അടുത്ത സീസൺ ടുക്കലിനൊപ്പം പോയി ലെസ്റ്ററിനെതിരെ ടീലമെൻസിന്റെ ഒപ്പം. സങ്കടം മാത്രമേ ഉള്ളൂ കുറച്ചേരം വെംബ്ലി പോയിന്റ്. ബട്ട് ഐ തിങ്ക് സെയിം ക്വസ്റ്റൻ ഗിരീഷ് ബ്രോ, കം ടു യു. ഇപ്പൊ പറഞ്ഞ പോലെ ഗുസ്റ്റോ ഹാസ് ടു സ്റ്റാർട്ട്. ഐ തിങ്ക് ഹി ഹാസ് ബീൻ close to world class last few games. Disasine drop ചെയ്ത അതിലും വലിയ മണ്ടത്തരം വേറില്ല after the City game. I think Disasine has played almost every game for Pochettino, so I don't think our option in do that. Respected ആണ്. ഇത് കുറെ ക്രിറ്റിസിസം കിട്ടിയ ഒരു പ്ലെയർ ആണ്. But I didn't understand why. ഞാൻ എന്റെ ലൈനപ്പ് ഞാൻ പറയട്ടെ, എന്നിട്ട് നിങ്ങൾ എല്ലാവരും ബാലു അടക്കം ഗിരീഷ് അടക്കം അഭിപ്രായം പറഞ്ഞു. ഇതാണ് ലൈനപ്പ്: 4-2-3-1. 4 at the back. നടുക്ക് കളിക്കുന്ന 2 പേര് നാളെ തിയാഗോ സിൽവ, നമ്മളെ ഡിസാസി. ലെഫ്റ്റ് വിങ് ബാക്ക് കോൾവിൻ, റൈറ്റ് ഗുസ്റ്റോ, നടുക്ക് എൻസോ ആൻഡ് കൈസഡോ, മുന്നില് പാർമർ, ലെഫ്റ്റ് സൈഡിൽ സ്റ്റെർലിംഗ്, റൈറ്റ് സൈഡിൽ ജാക്സൺ. ഇതാണ് വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് നാളെ കോൾവിലിനെ അയാൾ വീണ്ടും ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ട് കളിപ്പിക്കും. 10 പേരായിട്ടുള്ളൂ, ഒരാൾ കൂടുന്നുണ്ട്. കൈസഡോ, മറ്റവനുണ്ടല്ലോ, അവന്റെ പേരെന്താണ്, ജാക്സൺ അല്ല പാർമർ, ഗാലഗർ, സോറി ഗാലഗറിനെ വിട്ടു. ഇതായിരിക്കും ഇയാൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. I don't think so, honestly. At least our kind of few games evident ആണ്. Like the moment Silva went out, Disassi was able to perform better. ആ ഒരു stark difference ആണ് ഡിസാസിന്റെ പെർഫോമൻസിൽ. And I don't think ഈ ഒരു winning comment, at least this is for the first time we have at least performed well in 3 games in this season, back to back. And I don't think Pochettino ആ ഒരു backline അത്രയും മാറ്റുന്നു. Yeah. It's worked very well. He gave rest to Silva primarily because he wanted Silva in the final of a big tournament. എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
ഇതില് കോണർ ഗാലഹർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ കുറച്ചധികം വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ഗാലഹറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ചലഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഒന്നാമത് ലിവർപൂളാണ് ഒപ്പോസിഷൻ. അപ്പോ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെംബ്ലിയാണ്. വെംബ്ലി നമുക്കറിയാം വലിയ പിച്ചാണ്. ഈ വലിയ പിച്ചിൽ നമ്മുടെ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിലെ പോലെ ഓടി നടന്ന് ഗ്രൗണ്ട് കവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അപ്പോ അത് കാരണം തന്നെ നമുക്ക് ഗാലഹറിന്റെ ഇൻഫ്ലുവൻസ് വളരെയധികം പ്രശ്നമാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോ അത് കുറച്ചും കൂടിയും ടാക്ടിക്കലായിട്ട് പൊച്ചറ്റീനോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണ്ടി വരും ഒന്ന് ഡിപ്ലോയ് ചെയ്യാൻ. ഇനിയിപ്പോ അതല്ല, ഗാലഹർ ബാധ പിടിച്ച പോലെ വെംബ്ലി ഫുൾ കവർ ചെയ്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ, വെൽക്കമിങ്. അതല്ലാത്ത പക്ഷം അതങ്ങനെ. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ എൻകുൻകുനെ സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ പലവട്ടം ചിന്തിച്ചതാ. പക്ഷെ അതിലൊരു റിസ്ക് ഉണ്ട്. കാരണം എൻകുൻകു നമ്മുടെ ടീമായിട്ട് ഇപ്പോഴും സെറ്റായി വരണേ ഉള്ളൂ. അപ്പോ ഈ ഒരു മാച്ച് ഈ പറഞ്ഞ പോലെ ഇത്രയും കാലം ബെഞ്ചിൽ നിന്ന് ഇറങ്ങി കളിച്ചിട്ട് സ്റ്റാർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ മൊമെന്റം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണ പോലെയാവും. അപ്പൊ അത് കാരണം തന്നെ മിക്കവാറും പാമർ, ജാക്സൺ, സ്റ്റേർലിംഗ്, അതേപോലെ ഗാലഹർ, എൻസോ, കൈസേഡോ, അതേപോലെ ചിൽവൽ, കോൾവിൽ, ഡിസാസി, ഗുസ്റ്റോ ആൻഡ് പെട്രോവിക് ഇത് തന്നെ ആവാനാണ് ചാൻസ്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കോൾവിലിനെ പാപ്പൻ പറഞ്ഞ പോലെ ബാക്ക് ആയിട്ട് കളിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോ, ആബ്സല്യൂട്ട്ലി നോട്ട്. വേറെ ഒന്നുകൊണ്ടല്ല, വെംബ്ലി അഗൈൻ വെംബ്ലി വലിയ പിച്ചാണ്. ആൾക്കാർക്ക് ഓടി ഇറങ്ങാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോ കോൾവിലിനെ പോലെ ഒരു സെന്റർ ബാക്ക്, ഫുൾ ബാക്ക് കളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓടിപ്പിടിക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ കോൾവിലിന്റെ പാസിംഗ് എബിലിറ്റി നമ്മൾ സെന്ററിൽ നിന്നും ലിവർപൂളിന്റെ പ്രസ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരു വലിയൊരു ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വെംബ്ലിയുടെ വലിയ പിച്ചായ കാരണം റണ്ണേഴ്സിന് ഒരുപാട് അത് യൂസ്ഫുൾ ആവുകയും ചെയ്യും. അപ്പൊ അവനെ പിടിച്ച് ഏതെങ്കിലും കാരണവശാൽ പൊച്ചറ്റീനോ ലെഫ്റ്റ് ബാക്ക് കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമ്പർ 1 ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു മാറ്റവും വരുത്തണ്ട. ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റിയുടെ കൂടെ എന്ത് ലൈനപ്പാണോ ഇറങ്ങിയത് അതേ ലൈനപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുക. പക്ഷെ ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെന്റ്സ് വേണ്ടി വരും, അത്രേ ഉള്ളൂ. നാളെ ലിവർപൂളിനെ കളിക്കുമ്പോൾ ഈ കോൾവിലിനെ അല്ല ഗാലഹറിനെ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന 4-4-2 ആ ഒരു ഫ്രീ റോഡ് പ്രസിനെ കിട്ടുന്ന നല്ല കോമഡി ആയിരിക്കും. ലിവർപൂള് ഡിഫൻസിൽ ബോൾ കൊടുക്കുന്നു, ദ മാക്സിമം പാസ് ദേ വിൽ മേക്ക് വിൽ ബി ടിൽ ദി എന്താ പറയുന്ന ആ ഒരു സെൻട്രൽ ലൈനിന്റെ കുറച്ചൊരു മേ ബി 5 meters ഫോർവേഡ്. ആഫ്റ്റർ ദാറ്റ് ഫുൾ എയർ ബോൾസ് ആണ്. ദാറ്റ്സ് ഫസ്റ്റ് അപ്രോച്ച്. അത് നടക്കില്ലെങ്കിൽ മാത്രമാണ് തേജസ് റൊട്ടേറ്റ് ദ ബോൾ. എവിടെ പ്രസ് ചെയ്യാനാ? എയർലൈൻസ് ഒക്കെ പിടിച്ച് പ്രസ് ചെയ്യേണ്ടി വരും ഗാലഹറിന്. പക്ഷെ ഇപ്പൊ മറ്റേ ഉള്ളതുകൊണ്ട് മെക്കാലിസ്റ്റർ കൂടെ ഉള്ളതുകൊണ്ട് ഐ തിങ്ക് ദേ ട്രൈയിങ് ടു ഗെറ്റ് ഹിം ഓൺ ദ ബോൾ മോർ. അതൊരു പോയിന്റ് ആണ്. ബട്ട് അഗൈൻ സി as we said, Klopp being Klopp, he will go for the direct football. McAllister will be used as say when he can be used, he will be used. That freedom he will have. But primary approach eppozhum center backs our inverted right back illalo alle the other guy namukku goal adicche chekan kalikkunnundaയിരിക്കും. എല്ലാരും പണിയാണ്. They are very fast with huge ground right back. Yes, it's a huge ground. Their distribution is spot on and they are very direct. ഇതൊക്കെ നമുക്ക് എതിരെയാണ് ആക്ച്വലി നോക്കിയിട്ടുണ്ടെങ്കിൽ. എനിക്ക് നിങ്ങൾ 5 പേരോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. എല്ലാവരും സത്യസന്ധമായ ഉത്തരം പറയണം. ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയാറ്. ബാലും ഗിരീഷും സത്യസന്ധമായി പറയും, ശ്രീകാന്തും പറയും, ഒരു പരിധി വരെ സാവേനും പറയും. എനിക്ക് ഇതിൽ ആകെ പേടി ആസ്പിനെ ഹെബറിനെയാണ്. രണ്ടുപേരും മറ്റേ ഡിപ്ലോമാറ്റ്സ് ആണ്, ഒന്നും ഇതായിട്ട് പറയില്ല. കളി തോറ്റാ പറയും നന്നായി കളിച്ചു എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്റെ ഒരു ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം, എല്ലാവരും അഭിപ്രായം പറയണം. This is an important match for Chelsea, but it is a more important match for Mauricio Pochettino, because if he doesn't finish in European qualification, there is a high probability, no matter where he finishes between 7th and 10th, he will be sacked. So it is a big match for Chelsea, but it's even more big match. Or lifeline aanu ee parana Pochettino. Let's hypothetically think that Pochettino gets defeated in the final. Would you keep Pochettino next season or not? Maybe I can start. ഈ ഒരു current പോയാല് definitely not. Definitely not. If Pochettino has to start continue next season, there has to be at least ഒരു കുറച്ചൊരു എന്താണ് ഒരു ലീവേ കൊടുക്കാണ്, അറ്റ്ലീസ്റ്റ് a 7th position. അതായിരിക്കണം മിനിമം if Pochettino stay next season. അല്ലെങ്കിൽ I don't think anyone will be impressed with what he's done so far. You need a cup and a 7th position. അല്ലെങ്കിൽ it doesn't even make that you need a European position. Yes, at least one. Yeah. Okay, fine. Savian. പക്ഷേ ചേട്ടാ, ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ
ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ 7th ഫിനിഷ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ, കാരണം നമ്മൾ ഈ പറഞ്ഞ ഇപ്പൊ 7th കിടക്കുന്ന ടീമും നമ്മൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പൊ പൊച്ചറ്റീനോക്ക് എന്തായാലും 7th ഫിനിഷ് ചെയ്യാൻ പറ്റും, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ബട്ട് ഫോർ മീ എനിക്ക് അടുത്ത സീസണിൽ ചെൽസി അറ്റ്ലീസ്റ്റ് യൂറോപ്പ ലീഗിന്റെ ക്വാളിഫയേഴ്സിലെങ്കിലും ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ ശരിയല്ല. കാരണം അതിനുള്ള സ്ക്വാഡ് നമുക്കുണ്ട്. അത് സെറ്റ് ആവാനുള്ള ടൈം എടുക്കുമോ ഓക്കെ, ബട്ട് സ്റ്റിൽ ഇത്രയും ടൈം കിട്ടി. ഈ ടൈം കൊണ്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് എന്തായാലും എന്താ പറയാ യൂറോപ്പ ലീഗ് ക്വാളിഫയേഴ്സ് വരെയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്വാഡ് നമുക്ക് ഉള്ളതാണ്. അപ്പൊ എന്തോ ഈ ഒരു ഫൈനൽ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്താ പറയുക എനിക്ക് തോന്നുന്നില്ല നമുക്കിനി അയാൾക്ക് അവസരം കൊടുക്കുന്നതിനോട്. അറ്റ്ലീസ്റ്റ് നമ്മളൊരു എന്താ പറയാ ടോപ്പ് 6 എങ്കിലും ഫിനിഷ് ചെയ്യുക. അതല്ലെങ്കിൽ എന്താ പറയാ ഈ കാരബോ കപ്പിൽ അറ്റ്ലീസ്റ്റ് FA കപ്പെങ്കിലും നമ്മൾ നേടിയില്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇനി എന്താ പറയാ പുള്ളിക്ക് ഇനിയും ഒരു സീസൺ കൊടുക്കുന്നതിനോട് എന്താ പറയാ വലിയ അർത്ഥമില്ലെന്നാണ് എനിക്ക് അറ്റ് ദ മൊമെന്റ് ഫീൽ ചെയ്യുന്നത്. ചാവിൻ ഇത് കണ്ടിന്യൂ ചെയ്യണം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഞാൻ ഈ കപ്പ് വലുതാണെന്ന് പറയാൻ കാരണം എന്താ പറയുക, FA കപ്പില് ഇപ്പോഴും ചെൽസിനെ ഒഴിവാക്കിക്കോ 8 ഫേവറേറ്റ്സ് ഉണ്ട്, 8 ടോപ്പ് ടീംസ് ഉണ്ട്. ദർ ഈസ് എ ഹൈ പോസിബിലിറ്റി ഈ ലീഡ്സിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ FA കപ്പില് അടുത്ത റൗണ്ടിലോ അതിന്റെ അടുത്ത റൗണ്ടിലോ റൗണ്ട് ഓഫ് 16 അല്ലെ ക്വാർട്ടർ ഫൈനലിലോ ഒരു വലിയ ടീമിനെ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. കാരണം ഈ 8 ടീമുകളിൽ 6 ടീമുകൾ ചെറിയ ടീമിനെയാണ് കളിക്കുന്നത്. അപ്പൊ സാധ്യത ഉണ്ട് വലിയ ടീമിനെ കിട്ടാൻ, പ്രത്യേകിച്ച് അവയില്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ സാവിന് തോന്നുന്നുണ്ടോ നാളെ തോറ്റു കഴിഞ്ഞാൽ ഈ ഷുഡ് നോട്ട് ബി ദ മാനേജർ ഫോർ നെക്സ്റ്റ് സീസൺ? അറ്റ് ദ മൊമെന്റ് എനിക്ക് തോന്നുന്ന കേസ് വെച്ചാൽ നമുക്ക് ഈ കപ്പ് ഗെയിംസിൽ എന്താണെന്നറിയില്ല, ലീഗിൽ അപേക്ഷിച്ച് കപ്പ് ഗെയിംസിന് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ജയിക്കാവുന്ന ഒരു കപ്പുണ്ട്. പക്ഷെ ഈ FA കപ്പ് ചാച്ചടം പറഞ്ഞ പോലെ അത്ര എളുപ്പമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ ഇനിയുള്ള ടീംസ്, ബാക്കിയുള്ള ടീംസ് ഓൾമോസ്റ്റ് ഒട്ടുമിക്ക ബിഗ് ടീംസും FA കപ്പിനുണ്ട്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ റൗണ്ട് ഇപ്പൊ ക്വാർട്ടർ ഫൈനൽ സെമിയിലും ഒരുപക്ഷെ ഇനിയുള്ള എന്താ പറയാ റൗണ്ട്സുകളിൽ ബിഗ് ടീംസിനെ കിട്ടിയെന്ന് തന്നെ വരാം. ബട്ട് അറ്റ് ദ മൊമെന്റ് ഞാൻ പറഞ്ഞ വേറെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോടൊപ്പം തന്നെ ഈ ഇത് ഓവറോൾ സീസണിന്റെ കേസിലും കൂടി കമ്പയർ ചെയ്ത് ഞാൻ പറയാണ്. ഈ ഒരു കപ്പ് ഫൈനലും മാത്രം നോക്കുകയല്ല, അല്ലാണ്ട് ടോട്ടലി നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു എന്താ പറയാ യൂറോപ്പ ലീഗ് ക്വാളിഫയേഴ്സിന്റെ ആ ഒരു ഇതില്ലാണ്ട് നമ്മൾ ഈ സീസൺ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിയാണ് ഇപ്പൊ ഈ കപ്പ് അടിച്ച് നമ്മളൊരു കോൺഫറൻസ് ലീഗ് അടുത്ത വട്ടം കളിക്കാൻ പറ്റും. ബട്ട് അതല്ല നമ്മുടെ ഒരു ലെവല്. വി ആർ ചെൽസി, വി ആർ മോർ ദാൻ ദാറ്റ്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലൂടെ ഓരോ ഫാൻസും കളി അപ്രോച്ച് ചെയ്യുന്നതിനോട് എനിക്ക് അറ്റ് ദ മൊമെന്റ് പറയാൻ പറ്റുള്ളൂ. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം പൊച്ചറ്റീനോ എന്ന് പറയുന്ന ആൾ ഇനി ഒരുപാട് പ്രൂവ് ചെയ്യാനുണ്ട്. ഞാൻ പൊച്ചറ്റീനോ ഔട്ട് എന്നുള്ളത് പലവട്ടം റിപ്പീറ്റഡ്ലി വിളിച്ചിട്ടുള്ള ഒരാളാണ്. അത് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. ഐ സ്റ്റിൽ തിങ്ക് ഹി ഷുഡ് ബി സാക്ട്. അതിപ്പോഴല്ല, അറ്റ് ദി എൻഡ് ഓഫ് ദ സീസൺ ആവും എന്നുള്ളത് ആണ് എന്റെ വിശ്വാസം. പക്ഷേ ഞാൻ പറയാണ്, പക്ഷേ ഫുട്ബോളില് ഒരു അന്തിമ വിധി കൽപ്പിക്കാൻ നമ്മൾ ആരുമല്ല. കാരണം പലതും മാറി പറയാം. ഞാൻ ഇത്രയും കാലം ഒരു ഫുട്ബോൾ ഫാനായിട്ട് കളി കണ്ടതും ഓരോ ടീമിന്റെ വളർച്ചയും ഈ പറഞ്ഞ പോലെ താഴ്ചയും എല്ലാം കണ്ടിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു പർട്ടിക്കുലർ ലെവലിൽ വരെ ഒരാൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പിന്നെ റിക്കവറി എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാന്നുള്ളത്. പൊച്ചറ്റീനോ ആ ഒരു ലെവലിൽ എത്തിയിട്ടാണ് ഇപ്പൊ കഴിഞ്ഞ 2-3 മാച്ച് പിന്നെയും ഒരു ബെറ്റർ പെർഫോമൻസസ് പുറത്തേക്ക് എടുത്തത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കാണേണ്ടത് കൺസിസ്റ്റന്റ് ആയിട്ട്, ഞാൻ പറഞ്ഞില്ലേ എല്ലാ കളിയും ജയിക്കണം എന്നുള്ള ഡിമാൻഡ് ആദ്യം തൊട്ടേ എനിക്കില്ല. പക്ഷെ നമ്മൾ ഇപ്പൊ കിടക്കണ പോലെ 10th 11th 12th ദാറ്റ്സ് അൺആക്സെപ്റ്റബിൾ. എന്ത് ട്രാൻസിഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു മുഖം വേണം. അതല്ലാതെ ഒരു 2 കളി തോക്കുക, ഒരു 2 ജയിക്കുക, പിന്നെ ഒരു 3 കളി തോക്കുക, 1 ജയിക്കുക, പിന്നെ ഒരു 2 ഡ്രോ, പിന്നെ 1 തോക്കുക. അതൊരിക്കലും ഒരു പ്രോഗ്രസ് ആയിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റില്ല. അതെങ്ങനെയാണ് പ്രോഗ്രസ് ആയിട്ട് ആൾക്കാർ കാണണമെന്നുള്ളതും എനിക്ക് ഒരിക്കലും മനസ്സിലാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രസ് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫീൽഡിൽ ഇപ്പോ കഴിഞ്ഞ 2-3 മാച്ച് കളിച്ച പോലെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചർ ആദ്യം പറയട്ടെ, അത് ഓൺ ദ ബോളും ഓഫ് ദ ബോളും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ. എന്നിട്ട് നമുക്ക് എക്സിക്യൂഷൻ മാത്രമാണ് ചെറിയ പ്ലേയേഴ്സിന്റെ ഇൻഎക്സ്പീരിയൻസോ ക്വാളിറ്റിയോ കാരണം നഷ്ടപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പൊച്ചറ്റീനോ എന്ന് പറയുന്ന മാനേജർ ഒരു വിചിത്രമായിട്ടുള്ള ആളാണ്. കാരണം ഒരു ഗെയിം ആസ്റ്റൺ വില്ലയുടെ കൂടെ FA കപ്പില് പക്ക ആയിട്ടുള്ള ടാക്ടിക്കൽ ഗെയിം പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്ത ആള് നേരെ വന്ന് ക്രിസ്റ്റൽ പാലസിന്റെ സ്റ്റേഡിയത്തിൽ പോയിട്ട് പണ്ടത്തെ ചങ്ങര തെങ്ങുമ്പോ തന്നെ എന്ന് പറയുന്ന പോലെ പിന്നെയും ക്ലൂലെസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ വെച്ചിട്ടുള്ള ടാക്ടിക് സെറ്റ് ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ വർക്ക് ചെയ്യാണ്ട് സെക്കൻഡ് ഹാഫിൽ അത് മാറ്റി തിരിച്ച് വില്ലയുടെ സെറ്റപ്പിലേക്ക് പോയപ്പോഴാണ് നമ്മൾ ആ കളി ജയിച്ചത്. നമ്മൾ നന്നായി കളിച്ചിട്ടില്ല ആ മാച്ച്, ബട്ട് സ്റ്റിൽ നമ്മൾ ജയിച്ചു. അപ്പൊ ഞാൻ പറയണത് ഇങ്ങേർക്ക് ഈ ഇൻകൺസിസ്റ്റൻസി സീസണിന്റെ തുടക്കം തൊട്ടേ ഉണ്ട്. അപ്പൊ ആ ഇൻകൺസിസ്റ്റൻസികൾ ഈ സ്ക്വാഡിലുള്ള യങ് പ്ലേയേഴ്സിനെ എഫക്ട് ചെയ്യും. കാരണം ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന പ്ലേയേഴ്സിന്
ഏറ്റവും മിനിമം വേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള ടാക്ടിക്കൽ ഡയറക്ഷനാണ്. അത് അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് അവരുടെ ഡെവലപ്മെന്റിനെ കാര്യമായി ബാധിക്കും. ബാക്കി ഏത് ടീം, നമ്മുടെ ബാക്കി മുമ്പത്തെ ഏത് യുഗം വേണമെങ്കിൽ എടുത്തോ, പ്ലേയേഴ്സ് ഒരു മാനേജർ വന്ന് അഡ്ജസ്റ്റ് ആയില്ലേ, തട്ടിക്കോ, അടുത്ത ആള് വരട്ടെ, നമുക്ക് ഈ സക്സസ്ഫുൾ ആവാം. ഭയങ്കര എളുപ്പമുള്ള പരിപാടിയായിരുന്നു. നമ്മുടെ ഫാൻസ് പലരും ആ ഒരു ചിന്താഗതി കാരണം സ്പോയിൽഡ് ആണ്. പക്ഷെ ഇപ്പൊ അതിനൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ കയ്യിൽ പണ്ടത്തെ പോലെ ലാംപാർഡും ഡ്രോഗ്ബയും ടെറിയും ആഷ്ലി കോളും ഒന്നും അല്ലുള്ളത്. വളരെ ചെറിയ പ്രായത്തിലുള്ള 20-21 വയസ്സുള്ള ടാക്ടിക്കൽ ഡയറക്ഷൻ ഇല്ലാണ്ട് നിൽക്കുന്ന ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ള യങ്സ്റ്റേഴ്സ് ആണ്. ഇവർക്ക് പ്രോപ്പർ ടാക്ടിക്കൽ ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഏജിൽ പറ്റിയിട്ടില്ലെങ്കിൽ അവരുടെ കരിയേഴ്സിനെ വരെ അത് കാര്യമായി ബാധിക്കും. അത് കാരണം ഞാൻ ഒരിക്കലും ഈ ഇൻകൺസിസ്റ്റൻസിയോടുള്ള ഒരു പ്രോഗ്രസ്സിൽ വിശ്വസിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രോഗ്രസ് അത് റിസൾട്ട്സിലല്ല, അറ്റ്ലീസ്റ്റ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന രീതിയിലും നമ്മുടെ പെർഫോമൻസിലും കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പൊച്ചറ്റീനോന്റെ കാര്യത്തിൽ എനിക്ക് മാറി ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇനി ഈ കപ്പിന്റെ കാര്യത്തിലേക്ക് കിടക്കാം. കപ്പ് പൊച്ചറ്റീനോ അടിച്ചു എന്ന് തന്നെ വിചാരിക്കുക. അപ്പൊ തന്നെ നമ്മുടെ ഫാൻ ബേസിൽ ഒരു 80-85% പൊച്ചറ്റീനോ ഇന്ന് പറയും. പക്ഷെ അതിൽ ഞാൻ ഇന്ന് പറയില്ല. ശരിയാണ്, അതൊരു അച്ചീവ്മെന്റ് ആണ്. പക്ഷെ അവിടെ അവസാനിക്കുന്നില്ല ഒന്നും. കാരണം അത് കഴിഞ്ഞ അടുത്തൊരു 3 കളി പോയി തോറ്റിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാരനെ തിരിച്ചു പറയേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ ഒരു 5th-ഓ 6th-ഓ ഒക്കെയാണ് നിൽക്കുന്നത്. പൊച്ചറ്റീനോ ഈ കപ്പ് അടിച്ചു എന്നിട്ട് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ 10th-ഉം 11th-ഉം നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ ഒരു കപ്പ് അടിച്ചത് കൊണ്ട് മാത്രം പൊച്ചറ്റീനോ എന്നുള്ളത് പറയുന്നതിൽ യാതൊരു വിധ ലോജിക്കും ഇല്ല. ഇനിയിപ്പോ കപ്പ് ജയിച്ചില്ല എന്ന് വിചാരിക്കുക, നമ്മൾ തോറ്റു എന്ന് തന്നെ വിചാരിക്കുക, എന്താണ് നിങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ടീമിന് സംഭവിക്കുന്നുള്ളത്? ഞാൻ പറഞ്ഞു തരട്ടെ, അവർക്കൊരു ചെറിയ മൊമെന്റം കിട്ടിയില്ലേ, അത് പോവും. ഞാൻ ഉള്ള കാര്യമാണ് പറയണത്. നാളത്തെ കപ്പ് ഫൈനൽ നമ്മൾ തോറ്റിട്ടുണ്ടെങ്കിൽ ദർ ഇസ് നത്തിങ് ടു പ്ലേ ഫോർ. FA കപ്പ് ഒക്കെ വിട്, മറക്ക്. നാളെ നമ്മൾ തോറ്റിട്ടുണ്ടെങ്കിൽ ഈ സീസൺ ദർ ഇസ് ആബ്സല്യൂട്ട്ലി നത്തിങ് ടു പ്ലേ ഫോർ. ഈ സ്ക്വാഡ് കഴിഞ്ഞ സീസണിന്റെ അവസാനം എങ്ങനെയാണോ ഒന്നും ഇല്ലാത്തപ്പോ കളിച്ചിരുന്നത്, അതേ ഒരു ഡയറക്ഷനിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് കാരണം, ആ ഒരൊറ്റ കാരണം ഈ ടീമിന് നാളത്തെ കപ്പ് ഫൈനൽ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ പൊച്ചറ്റീനോനും ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം പുള്ളിക്കാരന് എന്തെങ്കിലും സർവൈവലിനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അത് ഈ കപ്പ് ഫൈനൽ ജയിച്ചാൽ മാത്രമാണ്. തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുക, പുള്ളിക്കാരൻ സാക്ക് ആവാനുള്ള കാര്യം പിന്നെയും ചാൻസ് കൂടും. ഞാൻ പറയാം, നമ്മുടെ ബോർഡിന്റെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എക്ബാലി ആണെങ്കിലും ബോഹ്ലി ആണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ പോർച്ചിനെ ബാക്ക് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, അവര് ഈ ക്ലബിന്റെ ഓണേഴ്സ് ആയതിനു ശേഷം ആദ്യമായി ഒരു കപ്പ് ഫൈനലിൽ എത്തിച്ചിട്ടുള്ള ഒരു മാനേജറാണ് പൊച്ചറ്റീനോ. അപ്പൊ അങ്ങേരെ അത് ജയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അവർക്ക് ആ ഒരു സന്തോഷത്തിന്റെ പേരിൽ ഒരു സീസണും കൂടി അങ്ങേർക്ക് കൊടുത്തു എന്ന് വരാം. അതൊരു വലിയ പോസിബിലിറ്റിയാണ്, മനസ്സിലായിട്ടുണ്ടോ? കാരണം അവർക്ക് ഈ ക്ലബ്ബ് ഇത്രയും തെറി കേട്ടോണ്ടിരിക്കുന്ന നേരത്ത് ഒരു മേജർ ട്രോഫി എന്നുള്ളത് പറയാന്നുള്ള നിലയ്ക്ക് തന്നെ ഒരു ട്രോഫി ജയിച്ചു കൊടുത്തിട്ടുള്ള ഒരു മാനേജറാണ്. അപ്പൊ അത് കാരണം, ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ പൊച്ചറ്റീനോന് നാളത്തെ ഫൈനൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ദാറ്റ് ഡസൻ ഡിഫൈൻ അവർ ഫ്യൂച്ചർ ആൻഡ് ദാറ്റ് ഷുഡൻ ഡിഫൈൻ ഹിസ് ഫ്യൂച്ചർ. ഇപ്പൊ ഈ സീസൺ നമ്മുടെ 3 ബെസ്റ്റ് ഗെയിംസ് ഏതാണെന്ന് നമുക്ക് എടുത്തു നോക്കാം. സിറ്റി ഹോം ആൻഡ് അവേ, ലിവർപൂൾ. വാട്ട് വാസ് കോമൺ? അതർ ടീം വാസ് ടേക്ക് ഓൺ ദ ബോൾ. ചെൽസി കുഡ് കൗണ്ടർ അറ്റാക്ക് ഓർ ചെൽസി കുഡ് ഒരു ഗെയിം പ്ലാന് എതിര് റിയാക്ട് ചെയ്യാൻ ഐ തിങ്ക് പോച്ചറ്റീനോ നോസ് ഹൗ ടു ഡു ഇറ്റ് പ്രിറ്റി വെൽ. സ്പേഴ്സിലുള്ളപ്പോൾ ചെയ്തിരുന്നു. PSG ടീം വാസ് വെരി ബോറിംഗ് ടു വാച്ച് അറ്റ് ടൈംസ് ബിക്കോസ് 3 സൂപ്പർ സ്റ്റാർസിന് മുന്നിൽ ഇരുത്തിയിട്ട് ഫിഗർ യുവർ ഓൺ ഷിറ്റ് ഔട്ട് എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. ആൻഡ് at Chelsea, he has solved one problem, which is City-ne പോലത്തെ ടീംസിനെതിരെ how can I nullify their biggest threats വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. Pochettino has not figured out how to break down a team. അത് even when he was given the best players in the world, Mbappe, മെസ്സിനെ വെച്ചും സ്ട്രഗിൾ ചെയ്തിരുന്നു, നെയ്മറിനെ വെച്ചു. And if he can't prove that at Chelsea, and നമ്മുടെ ക്രിയേറ്റീവ് പ്ലേയേഴ്സ് അത്ര മോശമല്ല കേട്ടോ. കോൾ പാമർ I think is for me among the top 5 creative players in the league. ആകാശ, ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യാണ്, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇന്ററപ്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ആകാശ് ഇത് പറഞ്ഞപ്പോ എനിക്കൊരു പർട്ടിക്കുലർ പോയിന്റ് ഞാൻ പറയേണ്ടിയിരുന്നത് മിസ് ഔട്ട് ആയി പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഈ സീസണിൽ നമ്മൾ ഈ 10th ആയി നിൽക്കുന്ന പൊച്ചറ്റീനോ സാക്ക് ആവണം എന്നുള്ളൊരു ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പൊച്ചറ്റീനോ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ആൾക്കാർ കോമൺ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ സ്ക്വാഡിന് ക്വാളിറ്റി ഇല്ല, ഈ സ്ക്വാഡ് ഒരു മിഡ് ടേബിൾ സ്ക്വാഡാണ്, ഈ സ്ക്വാഡിലത്തെ പ്ലേയേഴ്സ് ഒക്കെ ആ ലെവലേ ഉള്ളൂ, ചിലപ്പോൾ ചാമ്പ്യൻഷിപ്പ് ടീംസിന്റെ കൂടെ പൊട്ടാനുള്ള ക്വാളിറ്റി. അങ്ങനെയുള്ളവരോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കണ്ണ് തുറക്ക്. ഇതേ ആൾക്കാരല്ലേ സിറ്റിയുടെ കൂടെ പോയി ടോ എത്തിഹാഡിൽ കളിച്ചത്? ഇതേ ആൾക്കാരല്ലേ ആർസണൽ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലേക്ക് വന്നപ്പോ ടോ കളിച്ചത്? കാരണം അന്നത്തെ പർട്ടിക്കുലർ ദിവസം they were set up in the right way.
And when they are set up in the right way, they can play against anyone. അവിടെ ഏജ് ഇല്ല, എക്സ്പീരിയൻസ് ഇല്ല, വേറെ ഒന്നുമില്ല. My point is I totally agree. Okay. നിങ്ങൾ പറയുന്നത് 100% ശരിയാണ്. My point is reacting to an attacking game plan പോച്ചറ്റിനോ ഇപ്പൊ വൃത്തിക്ക് ചെയ്യുന്നുണ്ട്, സ്പേഴ്സിലും ചെയ്യുന്നുണ്ട്. What he hasn't figured out is ഒരു low blockനെതിരെ how to play, how to pick the lock of teams like Brentford which will set up 5-4-1, come at us and then ഇല്ലെങ്കിൽ ന്യൂകാസിൽ ഇപ്പൊ ന്യൂകാസിൽ അവരെ കളിക്കുന്ന for all their quality നല്ലപോലെ ഡിഫൻസീവ് ആയിട്ടാണ് കളിക്കുന്നത്. They play away from home. This Pochettino hasn't figured out ഈ സീസൺ അവസാനമാകുമ്പോഴത്തേക്കും if we are seeing no signs of that quality, because our attacking quality, at least with Gusto back, with Gusto and Palmer, I'm much more confident than I was, let's say, 1 to 2 months back. കാരണം ഈ ടീമിലെ ക്വാളിറ്റി ഉണ്ട്, they can thread balls into the final third. ജാക്സൺ മിസ് ചെയ്യുന്ന വേറെ കാര്യം, but our team now has that quality, has the answers to how to create chances. പിന്നെയും if Poch isn't able to figure out as in how to break down teams, then top 6 കിട്ടിയ then അടുത്ത സീസൺ let's say Osimhen comes in or a top class striker comes in, then you give Pochettino maybe another half a season to figure things out. ഇല്ലെങ്കിൽ I don't think he's done anything to merit next season. ഈ സീസൺ അവസാനം വരെ നിന്നോട്ടെ, let him prove whatever he has to. If we are still 8th, 9th or 10th and കാർലിംഗ് കപ്പ് ജയിച്ചില്ലെങ്കിൽ I don't think there's any merit in keeping him. ഇപ്പൊ പുതിയ മാനേജേഴ്സ് ഡെവലപ്പ് ആയി വരുന്നുണ്ട്. ഡെസർബിയുടെ പേര് പറഞ്ഞാൽ കുറെ പേര് ട്രിഗർ ആവും. I think with the players in our squad, he's a really, really good fit. Xabi Alonso ഒരിക്കലും കിട്ടില്ല, but what he's showing at Leverkusen is world class. As in, ഇത്രയും so young in his managerial career, the kind of output he's getting, crazy. If top 8 finish ചെയ്തില്ലെങ്കിൽ I don't think Poch deserves a chance next season. ഷാജി ബാബ, diplomatic answer അല്ല, blunt answer from my heart. It's not a diplomatic answer. Okay. See, regarding Pochettino, എല്ലാരും പറഞ്ഞ പോലെ തന്നെ Carabao Cup win or loss, I will not judge him based on that. അത് ജയിക്കോ തോക്കോ ആയിക്കോട്ടെ. But end of the season, I would like to have one of the domestic cups with us. FA Cup ആയിക്കോട്ടെ, Carabao Cup ആയിക്കോട്ടെ. അതുകൊണ്ട് തന്നെ ചാൻസ് കൂടുതൽ നമുക്ക് Carabao Cup ജയിക്കാനാണ്. FA Cup is a little bit more difficult affair. കാരണം അതിനുള്ള ടീംസ് ഇപ്പോഴും വളരെ നല്ലതാണ്. Second or third round from now, we might end up in a very difficult fixture. Carabao Cup നമ്മൾ ഫൈനൽ എത്തി, it's a difficult fixture, but okay, all finals are difficult. So that cup aside, very similar in the lines of what all of you are saying. The 5th, 6th, let's say, we will need to win matches in a very consistent manner. Consistent win, we will need a consistent game plan. But if we have a problem, the average age of our lineup it is always between 23 and 24, depending upon Thiago Silva lineup. Our age group of players when we are talking about them, and younger players from them, they are very, experience already corona when you think about big matches, handling stressful situations. Either players in a normally best way to go about it is you employ a manager who is little bit more repetition based. ഒരു definite identity ഉള്ള manager. Yeah, I was just coming to that. See, Pochettino എനിക്ക് വേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. That was when Tuchel was underperforming, and we had a squad that was a mix of mixed bag ആയിരുന്നത്. ആ സമയത്ത് I wanted Pochettino. He would have made difference here, no doubt. അതുപോലെ ഒരു സ്ക്വാഡ് പെർഫോം ചെയ്യാൻ അറിയാവുന്ന മാനേജറാണ് Pochettino, as long as he doesn't have too much ego to do it. Man management, he is not a very top tier manager. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള സ്ക്വാഡ്, take an example, 75 million Modric, Jackson, കുറേ players ഉണ്ട്. These kind of players need direction in a very specific manner. ഒരു മാച്ച് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ 1, 2 ഈ രണ്ട് ഓപ്ഷനാ കൊടുക്കാവുള്ളൂ. Pochettino's training employees, okay, this is a situation, now you react. He is confused. അങ്ങനെയുള്ള ട്രെയിനിങ്ങിൽ അല്ല ഇപ്പോഴത്തെ നമ്മുടെ സ്ക്വാഡ് ട്രെയിൻ ചെയ്യേണ്ടത്. So if he is able to employ it and get consistent results and get us 5th or 6th, it means that it is working, our players mature, good for him, then he can stay. If it is not working, we need to fire him as soon as the season ends. Pre-season അടക്കം സാരി, എൻറിക്കെ, നമ്മുടെ ഡിസർവി, വേറെ ഉണ്ട്. ഐ എം നോട്ട് ഗെറ്റിംഗ് നെയിംസ് റൈറ്റ് നൗ. ഐ ഈവൻ ലൈക്ക് ദാറ്റ് OGC നീസിന്റെ ഒരു മാനേജർ ഉണ്ട്. വാട്ട് വാസ് ഹിസ് നെയിം? ഇറ്റ്സ് ഇറ്റാലിയൻ. Francesco Farioli, if I am not wrong. ഇതുപോലെ ഒരു റെപ്പറ്റീഷൻ ബേസ്ഡ് മാനേജർ വന്നു കഴിഞ്ഞാൽ ദിസ് സ്ക്വാഡ് ക്യാൻ ആക്ച്വലി പെർഫോം. കുറച്ചുമാരെ പറയുന്നുണ്ടായിരുന്നു ഈ മുഡ്രിക്കിനെ കൊണ്ടുവരണം ബിക്കോസ് ഇറ്റ്സ് എ ലാർജ് ഗ്രൗണ്ട്.
ആ ലാർജ് ഗ്രൗണ്ടിൽ എന്താ ചെയ്യേണ്ടതെന്ന് മുട്രിക്കിനെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ആരും ചോദിക്കുന്നില്ല. ഹാവ് ടു ലുക്ക് അറ്റ് ഹിസ് ഏജ്, ലുക്ക് അറ്റ് ഹിസ് എക്സ്പീരിയൻസ്. എത്ര ലാർജ് കളിച്ചിട്ടുണ്ട് മുട്രിക്ക്? ഇതിനു മുമ്പ് ലാർജ് ഗ്രൗണ്ടിൽ കളിച്ചപ്പോൾ അവൻ എന്ത് ചെയ്യണമെന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? വിൽ പോക്കറ്റിനോ ടെല്ലി? Because Pochettino's this thing is management style is okay. I got a player here. You are playing in this position. You will be facing this opponent. This is your basic guideline. Go. കഴിഞ്ഞ് it is in players' hand. But player like ഒരു manager like Sarri, manager like Enrique is like okay, protect like this, make triangles like this, release it at this position, release it between these lines. ആ ഒരു ഡയറക്ഷൻ വേണം നമ്മുടെ സ്ക്വാഡിന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നന്നാവുള്ളൂ. So if he is underperforming, consistent results ഇല്ല, fire him. Get Sarri. Sarri is my first choice to be honest. Or get this guy, Simeone, Diego Simeone. He will drill character. Chance Sarri has more probability of coming than this guy, but he will drill character into these players, no doubt. ഞാൻ എന്റെ ഒപ്പീനിയൻ പറയാം, ഞാൻ തന്നെ ചോദിച്ചോട്ടെ. ഐ സ്റ്റിക്ക് വിത്ത് ഈ നിങ്ങളെ 4 പേരുടെ അഭിപ്രായത്തിനേക്കാളും എനിക്ക് ഏറ്റവും എല്ലാവരും നന്നായി പറഞ്ഞു, ബട്ട് ദ ബെസ്റ്റ് നല്ല ഇംപ്രസീവ് ആയിട്ട് പറഞ്ഞത് ബാലുവാണ്. ബാലു വളരെ വ്യക്തമായി പറഞ്ഞു. ഒരു എഴുത്തുകാരൻ എങ്ങനെ പേപ്പറിൽ എഴുതി ഒരു എന്താ പറയുന്ന ഒരു കോടതിയിൽ സമർപ്പിച്ച് മജിസ്ട്രേറ്റിന്റെ മനസ്സ് മാറ്റുമോ, അതുപോലെ തന്നെ ബാലു പറഞ്ഞത്. ഞാനത് പറയാൻ കാരണം എന്താ പറയാ, ബാലു വളരെ വൃത്തിയായിട്ടാണ് പറഞ്ഞത്. ബാക്കി എല്ലാവരും കുറച്ച് ഡിപ്ലോമസി ഉണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ കാരണം എന്താ പറയാ, വാൾട്ടർ മെസറി എന്ന് പറയുന്ന കോച്ചിനെ നാപ്പോളി സാക്ക് ചെയ്തു. ഇതിൽ പലരും അറിയാത്ത ഒരു കാര്യം ഞാൻ ഇവിടെ പറയാണ്. 8 കളികളാണ് അയാൾ കോച്ചായതിനു ശേഷം കളിച്ചത്. 8 കളികൾ. ആ 8 കളികളിൽ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ 2 കളികൾ അയാൾ തോറ്റു, 3 കളികൾ ജയിച്ചു, 3 കളി ഡ്രോ. 3-3-2. ആ തോറ്റ 2 കളികൾ, ഒന്ന് ഇന്റർ മിലാനുമായിട്ട് 1-0, ഒന്ന് AC മിലാനായിട്ട് 1-0. റിസൾട്ട് മുഖ്യം ബിഗിലെ. ഇത് റിസൾട്ട് ബിസിനസ്സാണ്. എന്നിട്ടും അയാൾ സാക്കായി. എന്തുകൊണ്ടാണെന്നറിയാം, അവിടെ ഓണർ ഏടിയല്ല. ഇവിടെ പോച്ചറ്റിനോ സാക്കാവാത്തത് ടോഡ് ബോളി ആയതുകൊണ്ടാണ്. കാരണം ആ വാൾട്ടർ മെസ്സിയുടെ 8 കളിയുടെ ട്രാക്കും ഈ പറയുന്ന പോച്ചറ്റിനോയുടെ 8 കളിയും ട്രാക്കും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഇൻഫാക്ട് വാൾട്ടർ മെസീറിനെക്കാളും 8 കളിയിൽ കൂടുതൽ ഗോൾ, 18 ഗോളുകൾ ഈ പറയുന്ന പോച്ചറ്റിനോ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ പോച്ചറ്റിനോ ഭാഗ്യവാനാണ്. പറ്റുകയാണെങ്കിൽ നാളെ പള്ളി ചെന്നിട്ടൊന്ന് കുരിച്ചു വരയ്ക്കാം. കാരണം ടോഡ് ബോളി ആയതുകൊണ്ട് അയാൾ ഇപ്പോഴും സീറ്റിലിരിക്കുന്നത്. ആ സീറ്റിൽ ADL-ഓ അല്ലെങ്കിൽ ബയേണിന്റെ മാനേജ്മെന്റോ അല്ലെങ്കിൽ റാഡ്ക്ലിഫോ അല്ലെങ്കിൽ അറബിയോ അല്ലെങ്കിൽ റോമനോ ആണെങ്കിൽ പോച്ചറ്റിനോനെ 4 തവണ സാക്ക് ചെയ്തിട്ട് 4 തവണ രാജിക്കത്തിൽ ഒപ്പിട്ടിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം ചെൽസി പോലത്തെ ഒരു ക്ലബിന് ബാലു പറഞ്ഞ പോയിന്റ് ആക്കാറുണ്ട്, ട്രോഫി അടിച്ചാലോ അടിച്ചില്ലെങ്കിലും നമ്മളെ പോലത്തെ ക്ലബിന് പറ്റിയ മാനേജർ അല്ല. കാരണം നമുക്ക് അയാളെ സാക്ക് ചെയ്യാം. ഇതില് ഒരു കാര്യം കൂടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ആയിട്ട് അതും കൂടി പറയാം. എല്ലാവർക്കും ട്രഡീഷണൽ ആയിട്ട് ചെൽസിനെ പറ്റിയിട്ട് ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെൽസി ഏത് മാനേജറെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ടൈം കൊടുക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ ഈ ബോർഡ് അറ്റ്ലീസ്റ്റ് അതിനൊരു തിരുത്തൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ പോർട്ടർ ഏത് സ്റ്റേജിലാണ് സാക്ക് എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്റെ അടുത്ത് പല റൈവൽ ഫാൻസും ചോദിക്കാറുണ്ട്, നിങ്ങൾ പോർട്ടറിനെ പെട്ടെന്ന് സാക്ക് ചെയ്തോ. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ക്ലബില് ആ പോർട്ടർ പോയ റണ്ണിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതൊക്കെ ക്ലബിൽ അയാൾ ജോബ് ഉണ്ടാവും ചോദിച്ചു. ഒരാളും മറുപടി പറഞ്ഞിട്ടില്ല. എവിടെ ഉണ്ടാവില്ല. 18 കളിയിൽ 3 ജയം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വെച്ചോണ്ടിരിക്കോ, ആർസണലിൽ വെച്ചോണ്ടിരിക്കോ, ലിവർപൂളിൽ വെച്ചോണ്ടിരിക്കോ, സിറ്റിയിൽ വെച്ചോണ്ടിരിക്കോ, എവിടെയും വെച്ചോണ്ടിരിക്കില്ല. സ്പേഴ്സിൽ പോലും വെച്ചോണ്ടിരിക്കില്ല. പിന്നെന്താ നമുക്ക് മാത്രം. അപ്പൊ അത് കാരണമാണ് പറഞ്ഞത്, പുതിയ മാനേജ്മെന്റ് ആയതുകൊണ്ട് പൊച്ചറ്റീനോക്ക് അവര് ഏറ്റവും ക്ഷമയുടെ അറ്റം കാണിച്ചിട്ടുണ്ട്. പൊച്ചറ്റീനോന്റെ മേത്ത് അങ്ങേർക്ക് ഡെലിവർ ചെയ്യുക എന്നുള്ള ഒറ്റ പണി മാത്രമേ ഉള്ളൂ. ജനുവരിയിൽ സ്ക്വാഡ് നമ്മൾ അൺസെറ്റിൽ പോലും ചെയ്തിട്ടില്ല. ഓക്കെ, ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞില്ല, ആസ്പിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒപ്പോണന്റിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്ന മാനേജർ ആയതുകൊണ്ടാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ഇഷ്യൂ. നേരെ മറിച്ച് ഡിസർബിയുടെ പോലെയോ സാരിയുടെ പോലെയോ പ്ലേയേഴ്സിന് ഒരു ബേസിക് പ്രിൻസിപ്പിൾ പഠിപ്പിച്ചു കൊടുത്തൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ അങ്ങേർക്ക് അറിയില്ല. അതറിയില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അയാൾ ഇവിടെ സർവൈവ് ചെയ്ത് പോകാനുള്ള ചാൻസ് കുറവാണ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയാൾ അത് തിരുത്താൻ പറ്റുന്ന വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെൽസി മാനേജർ ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് പൊച്ചറ്റീനോ ആയിരിക്കും. ഗിരീഷ് ബ്രോ, ഐ തിങ്ക് നിങ്ങളും കൂടെ മാത്രമേ പറയാനുള്ളൂ. Your thoughts, and then I think we are good to wrap up. Almost 1 hour ആയി ഈ ഒരു productive session. Thoughts on the whole issue, like the top 8, top 6 good enough for? ഞാൻ പറഞ്ഞായിരുന്നല്ലോ, like top 7 minimum ആയിരുന്നു and a cup win. Like
These are the minimum expectations. Ideally, at least a 6th, because even now it's possible. Because from today onwards, he has to go on a dream run. That's an expectation. Otherwise, it doesn't make sense to persist beyond the season. And table നോക്കുമ്പോൾ we are 9 points off 6th, പക്ഷെ ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട് എന്നാണ്. Yes, 6. I mean, in the United total 6 points. If with 9 points plus a game in hand. ആണ്. So if we win, we go to 38 points. ശരിയാണ്, 6 points. So കാര്യം പോക്ക് 6th എത്താൻ എത്ര പോയിന്റ് നോക്കുന്ന അവസ്ഥ. Every time we reach such a situation is when we lose. എപ്പോഴും ആ ഒരു സിറ്റുവേഷൻ ആണ്. ഞങ്ങൾ ഈ മാച്ച് ജയിച്ചാൽ ഒരു 3 spots മുകളിൽ പോകും. But that's when we lose always. So ഗിരീഷ് എത്ര പോയിന്റ് വേണം 6th എത്താൻ? 6th എത്താൻ points plus a game in hand ഉണ്ട്. അടുത്ത കളി ജയിച്ചാൽ 6 പോയിന്റ് വേണം. അടുത്ത പോയിന്റ് ജയിച്ചാൽ 6 പോയിന്റ് വേണം. 2 കളി ജയിച്ചാൽ നമ്മൾ 6 പക്ഷെ ബാക്കി എല്ലാവരും തോക്കും വേണം. ഷാജേട്ടാ ആ ഒരു ചെറിയൊരു പ്രശ്നം. നമ്മളെല്ലാ കളിയിലും 2 കളിയിൽ മേലെ ഗോൾ അടിക്കണ്ടേ? എല്ലാവരും 2 അടിക്കുന്നുണ്ടല്ലോ നമ്മുടെ മേത്ത്. അപ്പൊ 3 അടിക്കണല്ലോ. അതല്ലേ I'm saying like Pochettino stage and a chance maybe a 10% ആയിരിക്കുള്ളൂ. Like that's what my thing is. I'm not saying that my opinion to stay around. From what I'm seeing on a daily basis, ഒരു 10% chance to stay beyond the season because ഞാനതാണ് ബാലും ഗിരീഷ് ഇപ്പൊ പറഞ്ഞ പോയിന്റിൽ അത് കറക്റ്റ് ആണ്. കാരണം എന്താ, എനിക്ക് പോസിറ്റീവ് ക്ലോഡിയോ റണിയറി ഇല്ല, ടിങ്കർമാൻ ആ ഒരു റോളിലാണ് കാണുന്നത്. ഈ ടീമിനെ ഒന്ന് അയാൾ വന്നത് മേസ്ത്രിയാ. അപ്പൊ മേസ്ത്രി വന്നിട്ട് ഒന്ന് അസ്ഥിവാരൊക്കെ ഇട്ടിട്ട് കല്ലൊക്കെ ഇട്ടിട്ട് ഒന്ന് സിമെന്റൊക്കെ ഇട്ട് ഒന്ന് ലെവലാക്കി തന്നു. ഇപ്പൊ ബോളി മിക്കവാറും ഈ ഓഗസ്റ്റ് ആകുമ്പോൾ വിളിച്ചിട്ട് പറയും താങ്ക് യു സാർ, ലെവലൊക്കെ ആയി, ഇനി ഞങ്ങൾ കെട്ടി പണിഞ്ഞോളാം, നിങ്ങൾ പോയിക്കോ അയാളെ പറഞ്ഞു വിട്ടിട്ട് മിക്കവാറും ആൻസിബിളിക്ക് വരും. കാരണം ഇത് ഞാൻ പറയാൻ കാരണം എന്താ പറയാ, ഈ പല റിപ്പോർട്ടുകളും നമ്മൾ കാണിക്കുന്നതിനാണ് ഈ സീസണിൽ ഏറ്റവും അധികം ചെൽസിയുടെ കളി കണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരോ പറയുന്നുണ്ട് 7 കളിയായിട്ട് അയാൾ ബ്രിഡ്ജിൽ വന്ന് കണ്ടുപോലും. ഈ സാധാരണ ആൻസിബിളിക്ക് 7 കളിയൊക്കെ ബ്രിഡ്ജിൽ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ എക്ബാലിയായിട്ട് നല്ലൊരു ധാരണയിൽ എത്തിക്കാണ്. അപ്പൊ എക്ബാലി പറഞ്ഞോണം അവൻ ഒന്ന് ബിൽഡ് ചെയ്തിട്ട് നിലയൊക്കെ ഒന്ന് തൂത്തുവാരി ക്ലിയർ ആക്കട്ടെ, എന്നിട്ട് നമുക്ക് നിങ്ങൾ മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ വന്നു എന്ന് പറയും. ഹാവേർട്സിനെ തിരിച്ചൊരു കൊണ്ടുവരുന്നുണ്ടോ ആൻസിഫ്ലിക്ക് വരാണെങ്കിൽ? I think super productive session, more than an hour. എല്ലാരും I think we were able to spend. Prediction ഇല്ലേ ആകാശേ? Prediction പറഞ്ഞു പറയൂ. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, എന്തൊക്കെ റിയാലിറ്റി ആണെങ്കിലും നമ്മളൊരു ഫാൻസ് ആണ്. ഫാൻസിന് ഒരു ഓപ്റ്റിമിസം ഇല്ലെങ്കിൽ പിന്നെ ഫാൻ ആയിരിക്കുന്നതിൽ പിന്നെ അർത്ഥം വലിയ കാര്യമായിട്ടൊന്നുമില്ലല്ലോ. അത് കാരണം മാത്രം ചെൽസി 2 ലിവർപൂൾ 1. ഞാനും സെയിം. ജാക്സൺ 2 ലിവർപൂൾ 1. ജാക്സൺ 2 ലിവർപൂൾ 2 1. 5 പുറത്തടിച്ചില്ലെങ്കിൽ 2 അടിക്കും. നാളെ രാവിലെ നീ നേരത്തെ എണീക്കണം കേട്ടാ. രാത്രി നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാതെ വരും. എന്റെ prediction 1-1 winning on penalties. Yep. എന്റെയും അത് തന്നെയാണ് സെയിം പ്രഡിക്ഷൻ. ലൈക്ക് പ്രീവിയസ് മാച്ച് 4-1 മാച്ച് മാറ്റി വെച്ചാൽ മോസ്റ്റ് ഓഫ് അവർ ലിവർപൂൾ മാച്ചസ് ഹാവ് ബീൻ ഡ്രോസ്. അതേ ഒരു ട്രഡീഷൻ കണ്ടിന്യൂ ചെയ്യാം and then we win on penalties. Even in fact നമ്മുടെ Carbao Cup and FA Cup finals last year like whatever cup finals which we had last year with them, അതും ഇങ്ങനെയെന്ന് നമ്മൾ തോറ്റ്. So this time we win on penalties. 7 draw ആവുന്നതിന് വലിയ കാര്യമാണ്. ഞാൻ മൂന്ന് കാര്യങ്ങൾ പറയാം. ഏതായാലും എന്നെ ക്രിട്ടിസൈസ് ചെയ്യും, എന്നെ ഇപ്പൊ ഇത് കഴിയുമ്പോൾ എല്ലാവരും ട്രോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. I seriously don't think Chelsea will win that. Chelsea will lose 3-1. I don't think they will win that because they don't have the experience. There were a lot of young players, inexperienced players. However, I believe if Chelsea play well in the first 45 minutes, and if Sterling scores, I'm just going with the luck part of it, Chelsea will win because Sterling on a Wembley pitch has been the most successful England player of the current team. So if Sterling scores, there could be a luck factor, but my heart says it will be Liverpool 3-1. Liverpool 3-1. Asking bro പറയൂ. Right, 1-1. നിങ്ങൾ പെനൽറ്റി പറഞ്ഞത്. ഞാൻ പറയുന്നത് നിങ്ങളും കൂടെ ബാക്കിയുള്ളൂ. ഞാൻ പറയട്ടെ, I think 1-1
Chelsea win on penalties. Okay. അതാണ് ഇതെന്താ ഒരു എക്സ്ട്രാ ടൈം വിന്നേഴ്സിനെ ഇത്രയധികം എന്താ പറയാ റിജക്ട് ചെയ്ത് കളയാൻ കാരണം? നമ്മൾ കുറെ കാലമായി ഒരു എക്സ്ട്രാ ടൈം വിന്നർ കണ്ടിട്ട്. നമ്മൾ പണ്ടൊക്കെ ഈ ഡ്രോഗ്ബയൊക്കെ യുണൈറ്റഡിന്റെ കൂടെ എക്സ്ട്രാ ടൈമിൽ ഒരു വിന്നറൊക്കെ അടിച്ചിട്ടുള്ളതാണ് വെംബ്ലിയില്. അപ്പൊ അതുപോലത്തെ എന്താ ആൾക്കാർ പ്രതീക്ഷിക്കാൻ? ഗിരീഷും സാവിയും എന്ത് കണ്ടിട്ടാണ് ഈ എക്സ്ട്രാ ടൈം പറയുന്നത് അറിയില്ല. ഈ എക്സ്ട്രാ ടൈം 30 മിനിറ്റ് കളിക്കാൻ ഈ പറയുന്ന ലാംബാർഡും ഡ്രോഗ്ബയും ജോൺ ടെറിയും കെയിലും പോലത്തെ വേൾഡ് ക്ലാസ് പ്ലെയർ വേണം 30 മിനിറ്റ് കളിക്കാൻ. ഇതെല്ലാം കൊച്ചു പിള്ളേരാ. നമ്മൾ ബെഞ്ചിൽ നിന്ന് കൊണ്ടുവരുന്ന ആരൊക്കെയാ? അനന്തനെയും കേശവനെയും രാഘവനെയാ കൊണ്ടുവരിക ഈ എക്സ്ട്രാ ടൈമിൽ. ഇതെല്ലാം അടിച്ച് വെട്ടി 2 കഷ്ണാക്കി തരും. പെനാൾട്ടിയിൽ അടുത്ത് പോലും പോകില്ല. അരമണിക്കൂർ എക്സ്ട്രാ കളിക്കണം. എക്സ്ട്രാ ടൈം എന്ന് പറഞ്ഞ ഫുട്ബോൾ എന്താണ്? അത് കളിക്കാൻ യു നീഡ് വേൾഡ് ക്ലാസ് പ്ലെയേഴ്സ്. ആ ടൈം പിടിച്ച് കളിക്കാനായിട്ട്. ഇത് നിങ്ങൾ ആരെയാ കൊണ്ടുവരാൻ? മുഡ്രിക്ക. അവൻ ഇവിടുന്ന് ഓടിയാൽ നേരെ പുറത്തു പോകും, വെംബ്ലിന്റെ പുറത്ത്. ഒരു വട്ടം അടിച്ചിട്ടുണ്ട് ന്യൂകാസിലിനെതിരെ. ഒരു വട്ടം മുഡ്രിക്ക അടിച്ചിട്ടുണ്ട് ന്യൂകാസിലിനെതിരെ കരബാ കപ്പില്. ആ ഒരു പ്രതീക്ഷയില്ലേ? പോസിറ്റീവ് പറഞ്ഞ് നിർത്താം. Thank you everyone for tuning in. കുറെ കാലത്തിന് ശേഷം പ്രത്യേകിച്ച് ശ്രീനിയാൻ പറ്റി. Let's do this more often guys. Thank you so much for joining. And നാളെ പ്രീ മാച്ചിനും ജോയിൻ ചെയ്യാം, പോസ്റ്റ് മാച്ച് സങ്കടം പറയാൻ ആഘോഷിക്കാൻ എന്താ വെച്ചാൽ നാളെ എത്താം. Then thank you guys. Bye. Thank you all.